الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. قال قرينه ربنا ما أطغيته ولكن كان في ضلال بعيد. ഇനി സൂറത്തു ഖാഫിലുള്ള 27-ാമത്തെ ആയത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളത് ഒന്ന് വായിച്ചു വെച്ചു. قال قرينه ربنا ما أطغيته ولكن كان في ضلال بعيد. അതില് പ്രത്യേകമായി പരിചയപ്പെടാനുള്ള വാക്കുകളൊന്നുമില്ല. ഒന്നുള്ളത് ഖരീൻ. ഖരീൻ എന്നത് ഇപ്പൊ ഈ അധ്യായത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി രണ്ട് രൂപത്തിൽ ഖരീൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഖരീനുഹു മിനൽ മലായിക, ഏതൊരു മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാട് ചെയ്തിട്ടുള്ള അവന്റെ കൂട്ടാളി മലക്കുകളിൽ നിന്നുള്ള കൂട്ടാളിയാണ്. മലക്കിൽ നിന്നുള്ള കൂട്ടാളി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൂടെ സദാസമയവും രണ്ട് മലക്കുകൾ അവന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കിറാമൻ കാത്തിബീൻ എന്ന് പറയുന്ന രണ്ട് മലക്കുകളെ കുറിച്ച് ആയത്തുകളിലും ഹദീസുകളിലും പരാമർശമുണ്ട്. അതുപോലെ തന്നെ ഹഫളത്തുകളുണ്ട്. അവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചുമതലപ്പെടുത്തിയിട്ടുള്ള മലക്കുകൾ അവന്റെ മുന്നിലും പിന്നിലുമായിട്ട് വലത് ഇടത് ഭാഗങ്ങളിൽ അവന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന രണ്ട് മലക്കുകളും മുന്നിലും പിന്നിലുമായിട്ട് ഹഫളത്തിൽപ്പെട്ട രണ്ട് മലക്കുകളും ഒരു മനുഷ്യനുള്ളതാണ്. ഇങ്ങനെ മനുഷ്യനെ ചുമതലപ്പെടുത്തിയിട്ടുള്ള മനുഷ്യന്റെ കൂടെ എപ്പോഴുമുള്ള മലക്കുകൾക്ക് ഖരീന് എന്ന് പ്രയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ഭൂമുഖത്ത് അധിവസിപ്പിച്ചിട്ടുള്ളത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ആ പരീക്ഷണം സാധ്യമാകുന്നതിന് അവൻ സംവിധാനിച്ചു വെച്ചിരിക്കുന്ന മറ്റൊന്നാണ് പിശാചുക്കൾ, ജിന്നുകളിൽ നിന്നുള്ള പിശാചുക്കൾ. അവരിൽപ്പെട്ട ഈ ജിന്നുവർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പിശാച് മനുഷ്യന്റെ ഒരു കൂട്ടാളിയായിട്ട് അയാളുടെ ആയുസ് കാലം മുഴുവനും സദാസമയവും അവനെ വിടാതെ പിന്തുടരുന്നു. അങ്ങനെയുള്ള ആ കൂട്ടാളിക്ക് ഖരീൻ എന്നുള്ള ഇതേ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ മലക്കുകളിൽ നിന്നുള്ള ഒരു കൂട്ടാളി, അതുപോലെ തന്നെ പിശാചുക്കളിൽ നിന്നുള്ള ഒരു കൂട്ടാളി, ഇത് രണ്ടിനും ഈ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഖരീന്, ഖുറനാ. ഖരീനിന്റെ ബഹുവചനം വരുന്നത് ഖുറനാ.
ثم لم يلبث القرناء أن يتفرقوا ليل يكر عليهم ونهار. ഖരീന് ഖുറന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടാളി. അവൻ എന്റെ ഖരീനാണ്, എന്റെ കൂട്ടാളിയാണ്, സദാ എന്നോടൊപ്പമുള്ള ആളാണ്. ഇവിടെ ഈ ആയത്തിൽ അഥവാ 27ാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന ഖരീൻ എന്ന് പറയുന്നത് ഖരീനുഹു മിനൽ ജിൻ, ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാച്ചായിട്ടുള്ള ആ കൂട്ടാളിയെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അതിലുള്ള ഒരു പുതിയ പദം എന്ന് പറയുന്നത് അത്തുഗൈതുഹു എന്ന് പറയുന്നതാണ്. അത് അഫ്അല വസ്നാണ്. എന്നുള്ളതാണ് ക്രിയ. ഈ ത്വഗായത്തുക എന്ന് പറയുമ്പോൾ ആ ക്രിയ അത് അർത്ഥമാക്കുന്നത് അതിന്റെ ഭാഷാർത്ഥം തജാവുസുൽ ഹദ് എന്നാണ്. തജാവുസുൽ ഹദ്ദി, നിശ്ചയിച്ച അതിര് കടക്കുന്ന ആള്, അതിർ ലംഘിക്കുന്നവൻ, അതിർ ലംഘിച്ചു എന്നാണ് ത്വഗ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഖുർആനിൽ തന്നെ ആ വാക്ക് വേറെ ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇന്നാ ലമ്മ ത്വഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ. ലമ്മ തഗൽ മാഉ, വെള്ളം അതിന്റെ പരിധി വിട്ട് കേറിയപ്പോ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായ മഹാപ്രളയത്തെ സംബന്ധിച്ച് പറയുന്നിടത്താണ് അള്ളാഹു ഈ വാക്കൊന്ന് പ്രയോഗിച്ചത്. തഗൽ മാഉ, വെള്ളം പരിധി വിട്ടപ്പോ. സാധാരണ ഭൂമിയിലുണ്ടാകുന്ന ഒരു വെള്ളപ്പൊക്കത്തിന്റെ ആ ലെവലിലല്ലല്ലോ അന്നത്തെ വെള്ളം ഉണ്ടായത്. അള്ളാന്റെ കൽപ്പന വന്നപ്പോ മുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തിന്റെ കവാടങ്ങൾ ഇങ്ങോട്ട് തുറന്നു കൊടുത്തു. അതുപോലെ തന്നെ ഭൂമിയിലുള്ള ആ വെള്ളത്തെ അതിങ്ങനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരുന്നു. ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ. അങ്ങനെ മുകളിൽ നിന്ന് വരുന്ന വെള്ളവും ഭൂമിയിലുള്ള ആ വെള്ളവും രണ്ടും ഒരുമിച്ചുകൂടി അവസാനം ആർക്കും ഈ ഭൂമുഖത്ത് ജീവിക്കുക സാധ്യമല്ലാതാക്കി തീർത്തു. അപ്പോ ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കപ്പലിൽ നൂഹ് നബിയെയും വിശ്വാസികളെയും അതുപോലെ തന്നെ മിൻകുല്ലിൻ സൗജൈൻ, എല്ലാ വർഗത്തിൽ നിന്നുമുള്ള ഇണകളെയും അതിൽ രക്ഷപ്പെടുത്തി. അങ്ങനെയാണ് ഉണ്ടായത്. അത് പറയുന്നിടത്ത് ത്വഗ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നാണ് താഗൂത്ത് ഉണ്ടാകുന്നത്. അതിന്റെ മുബാലഗയുടെ വസനാണ് താഗൂത്ത്. താഗൂത്ത് എന്ന് പറയുന്നത് ആ വസന എടുക്കുന്നത് ലിൽ മുബാലഗ, അതിശയോക്തി, അത്യുക്തി അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതെടുക്കുന്നത്. അപ്പോ അതിരില്ല, വലിയ വലിയ തരത്തിലുള്ള അതിർലംഘനം നടത്തുന്ന ആളുകൾ. താവൂത്തുകൾ ഒരു പാടെണ്ണുണ്ട്, അവയുടെ തലവന്മാർ 5. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു അതിൽ ഇബ്ലീസിനെ താവൂത്താണ്. കാരണം ഇബ്ലീസ് പരിധി ലംഘിക്കുന്നതിന് ഒരു കണക്കുമില്ല. അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഒരു പരിധിയിലും നിൽക്കുന്നവനല്ല ഇബ്ലീസ്. അതുപോലെ തന്നെ ഒരാൾ പറയാണ് അയാൾ എന്നെ നിങ്ങൾ ആരാധിക്കണം, അള്ളാഹ്ക്ക് പുറമെ എന്നെ ആരാധിക്കണം എന്നൊരാൾ അവകാശപ്പെട്ടാൽ അയാൾ താഗൂത്താണ്. കാരണം എന്താ? അയാൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന നിലക്ക് അള്ളാഹു അയാൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ആ പരിധി അയാൾ ലംഘിച്ചു. അത് ചെറിയ ലംഘനമല്ല. അതുകൊണ്ടാണ് മുബാലഗയുടെ സീഗ എടുത്തിട്ടുള്ളത്. ഒരാൾ പറയാണ് എനിക്ക് ഗൈബ് അറിയും എന്നൊരാൾ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലാ യഅലമുൽ ഗൈബ ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശങ്ങളിലും ഭൂമിയിലും ഗൈബ് അറിയുന്നത് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. പക്ഷെ ആ ഗൈബ് എനിക്കറിയുമെന്ന് ഒരാൾ അവകാശപ്പെടുകയാണെങ്കിൽ പരിധി ലംഘിക്കുകയാണ്, ചെറിയ ലംഘനമല്ല അത്. അതുകൊണ്ട് താഗൂത്താണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ആ ത്വഗ എന്ന് പറയുന്ന കല്ല ഇന്നൽ ഇൻസാന ലയത്വ ഒരു മനുഷ്യൻ അവൻ പരിധി ലംഘിക്കും. മനുഷ്യന്റെ നേച്ചറിലുള്ളതാണത്. എപ്പോഴാണ് അവൻ പരിധി വിട്ടിട്ട് ഒരു പരിധിയുമില്ലാതെ അവൻ മുന്നോട്ട് പോകുന്നത്? അവൻ സ്വയം പര്യാപ്തനായിരിക്കുന്നു, തനിക്കു താൻ മതി എന്ന് അവന് തോന്നിത്തുടങ്ങുമ്പോ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടൂല, അവൻ പരിധി ലംഘിക്കും. ഇവിടെ അത്വ എന്നുള്ളതാണ്. അത്വ എന്ന് പറയുന്നത് തഅദിയത്തിന് വേണ്ടിയിട്ടാണ് ആ വസൻ എടുക്കുന്നത്. ഖത്തല എന്ന് പറഞ്ഞാൽ കൊന്നു എന്നാണെങ്കിൽ അത്വ എന്ന് അഖ്തല എന്ന് പറഞ്ഞാൽ കൊല്ലിച്ചു എന്ന അർത്ഥം വരിക. എന്നതുപോലെ അത്വ
പരിധി ലംഘിപ്പിച്ചിരിക്കുന്നു. അഥവാ മനുഷ്യനെ കുറിച്ചിട്ട് ഈ പിശാചി പറയാണ്, മാ അത്ഗൈതുഹു, ഞാനല്ല അവനെ പരിധി വിടിപ്പിച്ചത്. മനുഷ്യന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു പരിധി ഉണ്ട്, ഉൽബൂദിയത്തിന്റെ പരിധികളാണത്. ആ പരിധി വിട്ടിട്ട് അതിനപ്പുറത്തേക്ക് അവൻ പോയത്, അവനെ കൊണ്ട് പരിധി ലംഘിപ്പിച്ചത് ഞാനല്ല എന്നാണ് വാക്കിന്റെ അർത്ഥം വരെ. ആ വാക്ക് ശരിക്കും പരിചയപ്പെടാൻ വേണ്ടി, അല്ലാതെ തഫ്സീറിൽ പറഞ്ഞൊരു അർത്ഥം കേൾക്കുമ്പോൾ എങ്ങനെ ആ വാക്കിന് അർത്ഥം വന്നു എന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റേണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നത്. വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ് അതില്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവസാനം കാര്യമെല്ലാം പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ അവനെ കൊണ്ടുപോയി നരകത്തിൽ എറിയൂ. അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ് മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ് അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ ഫഅൽഖിയാഹു ഫിൽ അദാബിശ് ശദീദ് എന്ന് അള്ളാഹുവിന്റെ ആജ്ഞ വരുമ്പോൾ കാര്യങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോ ഇവര് വാങ്ങിക്കൊടുക്കേണ്ടത് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ മനുഷ്യ മക്കളെ പരമാവധി നശിപ്പിക്കുക എന്നുള്ളതാണ് ഇബ്ലീസിന്റെ ലക്ഷ്യം. അവനോ ഏതായിരുന്നാലും മുടിഞ്ഞു, അവൻ തുലഞ്ഞവനാണ്, അവൻ നശിച്ചതാണ്. എന്നാൽ അവൻ നശിക്കാൻ കാരണമായി എന്നവൻ കരുതുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇബ്ലീസ് നശിക്കാൻ കാരണക്കാരനാക്കിയത് ആദമിനെയാണ്. അതുകൊണ്ട് ആദമിനെ ഞാൻ വെറുതെ വിടില്ല, അവന്റെ മക്കളെ ഞാൻ വെറുതെ വിടില്ല. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഓരോ വ്യക്തിയുടെയും പിന്നാലെ ഓരോരുത്തരും കൂടിയിട്ട് അവനെ നശിപ്പിക്കുകയാണ്. ഇവനെ ഞാൻ നശിപ്പിച്ചു, അവസാന നരകത്തിൽ എത്തിച്ചല്ലോ. ആ ഘട്ടെത്തുമ്പോ അവൻ പിന്നെ പറയാണ്, ശരിക്കും നിജസ്ഥിതി പറയാണ്. എന്താ പറയുന്നത്? ഖാല ഖരീനുഹു, ആ മനുഷ്യന്റെ അഥവാ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ പങ്കാളികളാക്കി സ്വീകരിച്ചിട്ടുള്ള അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ്. കുഫർ ആ കുഫർ രണ്ട് രൂപത്തിലാകാം. ഒന്നുകിൽ ഇഅ്റാദ് കൊണ്ടാകാം, അല്ലെങ്കിൽ തക്ദീബ് കൊണ്ടാകാം. അതുപോലെ തന്നെ അവൻ കാണിച്ചിട്ടുള്ള ഈ തക്ദീബ് അത് അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാകാം, മറ്റു രൂപത്തിലാകാം. ഇങ്ങനെയൊക്കെ മന്നാഇൽ ഖൈറായിട്ടുള്ള മുഅ്തദിൻ മുരീബായിട്ടുള്ള ഈ മനുഷ്യൻ, ആ മനുഷ്യന്റെ കൂട്ടാളി പറയുന്നു, റബ്ബനാ മാ അത്ഗൈതു, ഞങ്ങളുടെ റബ്ബേ, ഞാൻ അവനെ കൊണ്ട് പരിധി വിടിപ്പിച്ചതല്ല, ഞാൻ അവനെ പിടിച്ച് നിർബന്ധിച്ച് അവനെ കൊണ്ട് വഴി തെറ്റിച്ചതല്ല, മറിച്ച് വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്, അവൻ തന്നെ സ്വയം വളരെ വിദൂരമായ വഴികേടിൽ ആയിത്തീർന്നതാണ്. വഴികേട് അവൻ സ്വയം വരിച്ചതാണ്, ഞാനല്ല. അവൻ കൈയഴുകി. അതാണ് ഇബ്ലീസിന്റെ സ്വഭാവം. ഇബ്ലീസിന്റെ സ്വഭാവം അതാണ്. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. തഫ്സീറിലൂടെ അങ്ങ് പോയാൽ തന്നെ ആ കാര്യം നമുക്ക് കിട്ടും. ഖാല ഖരീനുഹു എന്ന് പറഞ്ഞടുത്ത് സഅദി നൽകിയിട്ടുള്ള റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ നിങ്ങൾ വായിച്ചു നോക്കി. അശ്ശൈത്വാൻ, ഇവിടെ ഖരീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അശ്ശൈത്വാൻ. അവർക്ക് നാം ഖയ്യദ്നാലഹു, അവർക്ക് നാം പിന്നെ ചേർത്തു കൊടുത്തിട്ടുണ്ട്. ജിന്നുകളിൽ പെട്ടിട്ടുള്ള ഖുർആനാക്കളെ കൂട്ടാളികളെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഖരീന് പറയാണ് മുതബർരിഅൻ മിൻഹു. അവൻ പറയുന്നത് മുതബർരിഅൻ മിൻഹു, ഈ ശിക്ഷ വിധിക്കപ്പെട്ട മനുഷ്യനിൽ നിന്ന്, അവനിൽ നിന്ന് എനിക്ക് യാതൊരു പങ്കുമില്ല, ഞാൻ നിരപരാധിയാണ് എന്നാണ് പറയുന്നത്. അവൻ ബറാഅത്ത് രേഖപ്പെടുത്തിയിട്ടാണ് നിരപരാധിയാണ് എന്ന് പറഞ്ഞിട്ടാണ്. തബറഅ എന്ന് പറഞ്ഞ ഒഴിവ് കഴിവ് രേഖപ്പെടുത്തുക. ഒരാൾ ബരി ആണ് എന്ന് പറഞ്ഞാൽ അവൻ നിരപരാധിയാണ്, ആ കുറ്റത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയും. വമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, ഞാൻ എന്റെ നഫ്സിനെ നിരപരാധിയായി പ്രഖ്യാപിക്കുന്നില്ല. ബരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരപരാധി. തബറഅ എന്ന് പറഞ്ഞ അതിൽ ആ തെറ്റിൽ നിന്ന്, ആ കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിരപരാധിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ടാണ് പിശാച് പറയുന്നത് മിൻഹു എന്ന് പറഞ്ഞ ആ മനുഷ്യനിൽ നിന്ന്. ഹാമിലൻ അലൈഹി ഇസ്മഹു, ഹാമിലൻ അലൈഹി, അവന്റെ മേൽ വഹിപ്പിച്ചുകൊണ്ട്, ആ മനുഷ്യന്റെ മേൽ വഹിപ്പിക്കുന്നു. ഇസ്മഹു, അവൻ ചെയ്തിട്ടുള്ള എല്ലാ ഇസ്മും, എല്ലാ തെറ്റും അവന്റെ മേൽ തന്നെ വഹിപ്പിക്കുകയാണ്. അങ്ങനെ വഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു
എന്താണ് പറയുന്നത്? റബ്ബന മാ അത്ഗൈതുഹു, ഞങ്ങളുടെ റബ്ബേ, മാ അത്ഗൈതുഹു, ഞാൻ അവനെ പരിധി വിട്ട് പരിധി ലംഘിക്കാൻ വേണ്ടി അവനെ ഞാൻ നിർബന്ധിച്ചിട്ടില്ല, അതിനെനിക്ക് സാധ്യമല്ല. അവനെ വഴികേടിലാക്കിയത് ഞാനല്ല. ലിഅന്നി, ഏതർത്ഥത്തിലാണ് ഞാൻ അവനെ പരിധി ലംഘിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത്? ആ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, ലിഅന്നി, കാരണം ഞാൻ, ലം യകുൻ ലീ അലൈഹി സുൽത്താനുൻ, ലം യകുൻ ലീ, എനിക്കുണ്ടായിരുന്നില്ല, അലൈഹി, അവന്റെ മേൽ, സുൽത്താനുൻ, ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. ഒരു മനുഷ്യന്റെ മേലും പിശാചിന് അള്ളാഹു അങ്ങനെ ഒരു അധികാരം കൊടുത്തിട്ടില്ല. ഓരോ മനുഷ്യനും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വതന്ത്രമായ ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരവാദിത്വവും കഴിവുകളും ആ സാധ്യതകളും അവൻ തന്നെയാണ് വിനിയോഗിക്കേണ്ടത്. അത് മറികടക്കാൻ അവൻ സമ്മതിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അല്ലാണ്ട് പിശാചിന് ഇവന്റെ മേൽ നിർബന്ധിക്കാനൊന്നും കഴിയില്ല. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഇറാദത്താകട്ടെ, ഇഖ്തിയാറാകട്ടെ, ഖുദ്റത്താകട്ടെ, അതിനെ മറികടക്കാൻ നമ്മൾ വഴങ്ങിക്കൊടുത്തെങ്കിൽ മാത്രമേ പിശാചിന് സാധിക്കുള്ളൂ. പിശാചിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു തെറ്റിദ്ധാരണ, ഇന്ന് സമൂഹത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ, ഒന്നുകിൽ ഇങ്ങനെ ഒരു പിശാചനല്ല, അങ്ങനെ ഒരു ജിന്ന് വർഗം തന്നല്ല, അല്ലെങ്കിൽ ആ ജിന്ന് വർഗം ഉണ്ടെങ്കിൽ ആ ജിന്ന് വർഗം ഒരു തരത്തിലും നമ്മെ സ്വാധീനിക്കൂല, അത് മനസ്സിലൊരു വസ്വാസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാകും എന്നല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയും. അതല്ല, പല രൂപത്തിലും ജിന്ന് മനുഷ്യനെ ഉപദ്രവിക്കുന്നുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്, ഉപദ്രവിക്കാനുള്ള കഴിവ് അവനുണ്ട്, അവൻ ഉപദ്രവിക്കും എന്നുള്ള കാര്യം അത് നിരവധി ഹദീസുകളിൽ വന്നതാണ്, ആയത്തുകളിൽ വന്നതാണ്. എന്ന് വെച്ചാൽ അത് പറയുമ്പോ മനുഷ്യന് അത് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം, തനിക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം അവന്റെ മേൽ പിശാചിന് അള്ളാഹു ആധിപത്യം കൊടുത്തിട്ടുണ്ടോ? അവൻ വഴങ്ങിക്കൊടുത്തെങ്കിൽ മാത്രമേ പിശാച് അവന്റെ മേൽ കുതിര കയറുള്ളൂ. വഴങ്ങിക്കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. വഴങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ ആ പിശാചിനെ തടുക്കാൻ ഒരു മനുഷ്യന് കഴിയും. അവൻ അതിനുള്ള ഇറാദത്തുണ്ട്, അതിനു വേണ്ട എല്ലാ വഴിയും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന, അവന്റെ ഏകത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുവഹ്ഹിദായ മനുഷ്യന്റെ കാര്യം പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞു, അവന് ഒരിക്കലും നിങ്ങളുടെ മേൽ നാം ഒരു സുൽത്താൻ അവന് നാം നൽകിയിട്ടില്ല. സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഒരു അധികാര ശക്തി നൽകിയിട്ടില്ല. അത് അള്ളാഹ് ഗണ്യതമായി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. സൂറത്ത് ഇസ്രായിൽ ഗണ്യതമായി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ അടിയാറുകൾ, അവിടെ എന്റെ അടിയാറുകൾ എന്ന് പറയുന്ന ആ ഉബൂദിയ്യത്തുൻ ഖാസ്സത്തായ ഉബൂദിയ്യത്താണ്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനുള്ള ഏകത്വം ഉയർത്തിപ്പിടിക്കുകയും അവന്റെ കൽപ്പനാവിലക്കുകൾ മാനിക്കുകയും അനുസരിക്കുകയും മാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മുവഹ്ഹിദായ മനുഷ്യന്റെ മേൽ, അവരുടെ മേൽ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, അവരുടെ മേൽ നിനക്ക് ഒരു അധികാരമില്ല. എന്ന് വെച്ചാൽ മുവഹ്ഹിദീങ്ങളായ മനുഷ്യന്മാരെ ഇബ്ലീസ് ശല്യപ്പെടുത്തൂല? അല്ല, ശല്യപ്പെടുത്തന്നെ ചെയ്യും. അത് അവസാന ശ്വാസം വരെ അവൻ പ്രതീക്ഷ കൈവിടാതെ പിന്നാലെ പോകും. അവന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവന്റെ പ്രയോറിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല തട്ടുകളിലാണ്. അവൻ ആദ്യം ഉദ്ദേശിക്കുന്നത് അള്ളാഹനെ ഇബാദത്ത് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് അവനെ, അഥവാ ഇബ്ലീസിനെ ഇബാദത്ത് ചെയ്യണം. ഇതാണ് അവന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി. ഇനി ഇബ്ലീസിനെ ഇബാദത്ത് ചെയ്യുന്നിടത്ത് എത്തിയിട്ടില്ലെങ്കിൽ ഇബ്ലീസ് പറയുന്ന ഒരാൾക്ക് ഇബാദത്ത് ചെയ്താൽ മതി എന്നുള്ളിടത്തെത്തും, ആദ്യത്തേതിന് കിട്ടിയില്ലെങ്കിൽ. ഇനി ഇബാദത്ത് ഒരിക്കലും വേറൊരാൾക്ക് കൊടുക്കാൻ അവൻ തയ്യാറല്ല എങ്കിൽ പിന്നെ കൊണ്ടുവരുന്ന എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ ദീന് നശിപ്പിക്കുന്ന, ദുഷിപ്പിക്കുന്ന തരത്തിലുള്ള അഹ്വാകൾ. താൻ തന്നെയാണ്, ഞാൻ പറയണാണ് എനിക്ക് ദീന് എന്നുള്ള രൂപത്തിൽ, അത്
ഒന്നുകിൽ എന്ത് ചെയ്യും, ദീനിന്റെ കൽപ്പനകളെ ലംഘിക്കുന്ന രൂപത്തിലാകും, അല്ലെങ്കിൽ ദീൻ ഒന്നും കൂടി ഉഷാറാക്കിയിട്ടാകും. ഇങ്ങനെ രണ്ട് രൂപത്തിലുണ്ടാവുക. മുത്തഖീങ്ങളായ ആളുകളെ അവൻ പിടികൂടുന്നത് ആ തഖ്വ, അള്ളാഹനെ സൂക്ഷിക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് നശിപ്പിച്ചിട്ടാണ്. അതില് ബിദ്അത്തുകൾ അങ്ങോട്ട് കടത്തിക്കൂട്ടി, അഹ്വാകളും ബിദ്അത്തുകളും കടത്തിക്കൂട്ടിയിട്ട് അവനെ നശിപ്പിക്കും. ഇതിലേക്കും അവനെ കിട്ടുന്നില്ല എങ്കിൽ പിന്നെ അവസാനം എന്താവും ചോദിച്ചാൽ, അവനെയും അവന്റെ കുടുംബത്തെയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ് അടുത്ത പദ്ധതി. അത് എളുപ്പമാണല്ലോ. അവിടെ അങ്ങോട്ടും മന്ത്രിച്ചു, ഇവിടെ അങ്ങോട്ടും മന്ത്രിച്ചു. ഒരു ഭാഗത്തൊരു പുരുഷനും ഒരു ഭാഗത്തൊരു സ്ത്രീ ആണെങ്കിൽ പിന്നെ തെറ്റാൻ വേറെ എവിടെയും പോകേണ്ടതില്ല. അത് ആദ്യത്തെ മണിക്കൂറിൽ തന്നെ തെറ്റ് നടന്നിരിക്കും. അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമുണ്ടാക്കി അവരെ തമ്മിൽ തെറ്റിച്ചാൽ കുടുംബത്തിലുള്ള സമാധാനം തകർന്ന ആ മനുഷ്യൻ അവന് അസ്ഥിരപ്പെട്ടു കഴിഞ്ഞു. ആ അസ്ഥിരതയിൽ പിന്നെ അവനൊരു സമാധാനമല്ലാതെ ദീനും ചെയ്യാൻ കഴിയില്ല, ദുന്യാവും ചെയ്യാൻ കഴിയില്ല. കാരണം ഈ ദീനിന്റെ കാര്യമാണെങ്കിലും ദുന്യാവിന്റെ കാര്യമാണെങ്കിലും അതിന് ഏകാഗ്രത ആവശ്യമാണ്. അങ്ങനെ മനസ്സ് കൊടുത്ത് ഏകാഗ്രത ആവശ്യമുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത വിധം കുടുംബത്തിൽ ഒരു സമാധാനമല്ല, അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ പ്രശ്നമാണെങ്കിൽ എല്ലാം താളം തെറ്റിക്കാൻ പറ്റും. അതുകൊണ്ട് വളരെ തൗഹീദുള്ള ദീനുള്ള ആളുകൾ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ്. നിങ്ങൾ തൗഹീദിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്താൻ വീഴ്ച ഉണ്ടാക്കാൻ പിശാചിന് സാധിച്ചിട്ടില്ലെങ്കിൽ, ബിദ്അത്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ അവന് സാധിച്ചിട്ടില്ലെങ്കിൽ, പിന്നെ ഹാലിഖത്തായ കാര്യത്തിന്മേൽ കയറിയിട്ടാണ് പിടിക്കുക. ദീന് മുഴുവൻ അങ്ങോട്ട് വടിച്ചു കളയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കുടുംബ സമാധാനം തകർക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ഭാര്യമാർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് പിശാച് നമ്മുടെ ഇടയിൽ കളിക്കാൻ അവസരം കൊടുക്കരുത് എന്നുള്ളത് ഭാര്യമാരെ ഉപദേശിക്കണം. നല്ല സമാധാനത്തില് കാര്യങ്ങൾ മനസ്സിലാകുന്ന നേരത്തെ അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കുന്ന, തെറ്റുന്ന, തല്ലുന്ന, പ്രശ്നമാകുന്ന കാര്യം വീടാണ്ട് നശിച്ചു പോകും. നമ്മളാണ്, നമ്മളെ കുട്ടികളാണ്, നമുക്കൊരു സമാധാനമല്ല, വീട്ടിലൊരു സമാധാനമല്ല, അവർക്കൊരു സമാധാനമല്ല. ഇതവൻ ചെയ്താൽ അവൻ കേവനായി തീർന്നു. ഇനി അതിനും കിട്ടിയില്ല എന്ന് വിചാരിക്കും, എന്താ അവൻ വിടും? എന്നാലും പിശാച് വിടൂല. അടുത്ത പിടുത്തം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വർദ്ധിച്ചു വരുന്ന ശഹവാത്തുകൾ, തെറ്റുകൾ ചെയ്യാനുള്ള അഭിവാഞ്ച ഉണ്ടല്ലോ, അത് അവനിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ശഹവാത്തുകൾ ലേശം മദ്യമായിട്ട് ഒരു ചെറിയ ഒരു വാസനയുള്ള ആളാണെങ്കിൽ മദ്യപിക്കാനുള്ള ആ വാസന കൂട്ടിക്കൊടുക്കും. കുറച്ച് പൈസനോട് സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ആർത്തിയുള്ള ആളാണെങ്കിൽ ആ ആർത്തിയും അതുപോലെ പലിശ പോലുള്ള കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് വഴി തുറന്നു കൊടുക്കും. ഇങ്ങനെയുള്ള ഷഹവാത്തുകളുടെ പിന്നാലെ ഷഹവാത്തുകൾ വർദ്ധിപ്പിക്കും. ഇപ്പൊ ചിലപ്പോ കാണും, നല്ല മനുഷ്യനാണ്, അയാളിപ്പോ ദീനിലേക്ക് തനസ്സക്, അയാൾക്ക് ദീനിൽ വലിയ പ്രതിപത്തി ഉണ്ടായിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നോക്കുമ്പോൾ അങ്ങനത്തെ ആൾക്കാരെയാണ് പെട്ടെന്ന് അവരിങ്ങനെയുള്ള ഏതെങ്കിലും ഷഹവാത്തിൽപ്പെട്ട വാർത്ത അത് പത്രത്തിൽ ഇങ്ങനെ വണ്ടക്കയിൽ വരുന്നത് കാണാം. കാരണം പിശാച് ഓനെ മറ്റുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നും പിടിച്ചിട്ട് കിട്ടിയില്ലട്ടെ. ഇമാം അഹ്മദ് ഇബ്നു ഹംബലിൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്നിടത്ത് ഒരു സംഭവം കാണാൻ പറ്റും. അതെന്താന്ന് ചോദിച്ചാൽ, മരണമാസന്നമായി അദ്ദേഹം മരണശയ്യയിൽ കിടക്കുന്ന ഒരു സമയത്ത് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ലാ വല്ലാഹ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, എന്തോ ഇപ്പൊ നിങ്ങൾ ഈ സമയത്ത്? ഇല്ല, അള്ളാണ്, ഇതുവരെ ആയിട്ടില്ല എന്നാണ് ആ വാക്കിനോട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്താ ഈ പറയണത്? അപ്പോഴാണ് പറയണത്, പിശാച് ഇപ്പോൾ പോലും എന്നെ വിടുന്നില്ല. അവൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അഹ്മദേ, നീ എനിക്ക് പിടിതരാതെ രക്ഷപ്പെട്ടല്ലോ. പലതരം പരീക്ഷണങ്ങളും ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഖൽഖുൽ ഖുർആനിന്റെ ഒക്കെ പ്രശ്നത്തിൽ അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ആ പീഡനങ്ങൾക്ക്, പരീക്ഷണങ്ങൾക്ക്, അഗ്നി പരീക്ഷണങ്ങൾ എന്ന് പറയണം, അതിന് അദ്ദേഹം ഇരയായിട്ടുണ്ട്. അവിടൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതത്തിൽ വിജയിച്ച് രക്ഷപ്പെടാൻ സാധിച്ചുവെങ്കിലും അവസാനം ഈ നേരത്തെ ഇബ്ലീസ് ഇങ്ങനെ പറയാണ്, ഈ പിടിതരാതെ രക്ഷപ്പെട്ടുവല്ലേ? അപ്പൊ ഇമാം അഹ്മദ് പറയാണ്, ഇല്ല വല്ലാഹ്,
ഈ അവസാനത്തെ ശ്വാസം വലിച്ചെങ്കിൽ മാത്രമേ എനിക്കത് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ആ അവസാന ശ്വാസം വരെ ഇബ്ലീസ് പിന്നിൽ പോകും. അവൻ ഒഴിവാക്കുന്ന ഒരു കക്ഷിയല്ല, നമ്മളെ വിട്ടുപോകുന്ന ഒരു കക്ഷിയല്ല. പക്ഷേ അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിങ്ങനത്തെ വസ്വാസുകൾ ഉണ്ടാക്കാനും നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാനും കഴിയും. പക്ഷെ ആ സമയത്ത് അവനെ വഴഞ്ഞു മാറ്റാൻ, തള്ളി മാറ്റാനുള്ള എല്ലാ കരുത്തും നമുക്ക് അള്ളാഹ് നൽകിയിട്ടുണ്ട്. അതാണ് ഈമാനിന്റെ കരുത്ത്, അതാണ് തൗഹീദിന്റെ കരുത്ത്, അതാണ് അള്ളാഹുവിനുള്ള ദിക്റുകളുടെ കരുത്ത്. ദിക്റിന്റെ കരുത്ത് അതല്ലേ? അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആ നാമം, ആ ഇസ്മുൽ ജലാല ഉച്ചരിച്ചിട്ട്, അള്ളാഹുവിന്റെ നാമങ്ങൾ ചൊല്ലി അവന്റെ ഇസ്മുൽ ജലാലത്ത് ഉച്ചരിച്ചിട്ട് അള്ളാഹിനോട് നമ്മൾ കാവൽ ചോദിച്ചാൽ, പിശാചിൽ നിന്ന് കാവൽ ചോദിച്ചാൽ, ആ നാമത്തെ മറികടന്ന് നമ്മെ കയ്യേറാൻ, നമ്മെ ഉപദ്രവിക്കാൻ, നമ്മെ പിടികൂടാൻ കഴിവുള്ള ഒരു ഇബ്ലീസിനെ അല്ലാഹ് പഠിച്ചിട്ടില്ല. ലാ യുജാവിസുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിആദത്ത് നടത്താൻ വേണ്ടിയിട്ട് ചില വചനങ്ങൾ പറഞ്ഞു തന്നു. അള്ളാഹുവിന്റെ കലിമാത്തുല്ലാഹി താമ്മ, അവന്റെ പൂർണ്ണതയുടെ വചനങ്ങൾ. ആ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അവന്റെ അസ്മാവുകൾ, അവന്റെ സിഫാത്തുകൾ, അവന്റെ കലിമാത്തുകൾ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് കാവൽ ചോദിച്ചാൽ ആ വചനങ്ങൾ അത് കാവലാണ്, രക്ഷയാണ്. അതിനെ മറികടക്കുകയില്ല. ബർറുൻ വലാ ഫാജിർ. ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള, ഉപരിലോകങ്ങളിലോ കീഴ്ലോകങ്ങളിലോ ഉള്ള ഒരു മാടമ്പിക്കോ അല്ലെങ്കിൽ അല്ലാത്തവനോ അത് മറികടന്ന് നിങ്ങളെ ഉപദ്രവിക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിയില്ല. ഇത് അള്ളാഹനെ അറിയുന്ന, അള്ളാഹുവിന്റെ ശറഅ അറിയുന്ന, അവരെ ഓർമ്മിക്കുന്ന, ദിക്ർ ചൊല്ലുന്ന, ആ ദിക്ർ മനസ്സിലും നാവിലുമുള്ള ഒരു മനുഷ്യന് ഇതിന്റെ കരുത്തറിയുള്ളൂ. അങ്ങനെ കരുത്തറിയുന്ന ഒരുത്തന് ഇബ്ലീസ് ഒരു പ്രശ്നമല്ല. പ്രശ്നമല്ല മീൻസ് തടുക്കാൻ കഴിയും, അവന്റെ ഉപദ്രവങ്ങൾ തടുക്കാൻ കഴിയും. ചൊല്ലിയിട്ട് അള്ളാഹിനോട് ഇസ്തിആദത്ത് നടത്തും. ഇസ്തിആദത്ത് നടത്തിയാൽ അള്ളാഹ് എന്ന് പറഞ്ഞ അവനങ്ങ് ഒഴിഞ്ഞു പോകും. മറിച്ച് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കെ ഒരാള് തഅസ ശൈത്വാൻ എന്ന് പറയുന്നുണ്ട്, ശൈത്താൻ തൊലയട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുന്നുണ്ട്, പറയരുത്. ശൈത്വാൻ എന്ന് നിങ്ങൾ പറയുമ്പോ നല്ല അർത്ഥത്തിലല്ലെങ്കിലും അവൻ തൊലയട്ടെ എന്ന് പറയുകയാണെങ്കിലും അവന്റെ പേരുകൾ നാവുകൊണ്ട് ഉച്ചരിച്ചല്ലോ. അങ്ങനെ ചില പിശാചിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. വറഫഅനാലക ദിക്റ, എന്റെ പേര് ഇപ്പൊ നന്നായിട്ടുണ്ട് എന്ന് വെച്ച് നോക്കും. അപ്പോ എന്നെ അവന് പേടിയാണ്, കണ്ടോ, എന്നെ അവന് പേടിയാണ്, ഞാൻ അവനൊരു വലിയ പ്രശ്നമാണ്, അതുകൊണ്ടാണല്ലോ എന്റെ കാര്യം അവൻ പറയുന്നത്. മറിച്ച് അതല്ല പറയേണ്ടത് അള്ളാന്റെ പേര് ഉച്ചരിക്കൂ. അവന്റെ പേര് ഏതർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞാലും അവനങ്ങോട്ട് വലുതാകും, അവനങ്ങോട്ട് വലിയ ആളായി തീരും, അവൻ വീർക്കും. മറിച്ച് അള്ളാന്റെ പേര് നിങ്ങൾ ഉച്ചരിക്കുകയാണെങ്കിൽ ഇസ്തസ്ഗർ, അവനങ്ങ് ചുരുങ്ങും, ഇല്ലാതായി പോകും. അതുകൊണ്ട് പൈശാചികമായ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രേരണ നമ്മുടെ മനസ്സിൽ വരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പിശാച്ച് തൊരയട്ടെ എന്നുള്ള പിശാച്ചിന്റെ പേര് ചൊല്ലണ്ട, ഒരർത്ഥത്തിലും പറയണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള അസ്മത്ത് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള, അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുള്ള അള്ളാഹുവിന്റെ അസ്മാകളാണ്, അവന്റെ സിഫാത്തുകളാണ്, അവന്റെ കലിമാത്തുകളാണ്. ആ കലിമാത്തുകൾ, പൂർണ്ണതയുടെ വചനങ്ങൾ ചൊല്ലി, ആ മഹത്തായ നാമങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. അത് വന്ന അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു മാടമ്പിയെയും ഒരു ജിന്നിനെയും അള്ളാഹു ഉപരിയിൽ വെച്ചിട്ടില്ല, തീഴ്ലോകത്ത് വെച്ചിട്ടില്ല. ഇതാണ് മുവാഹിദ്. ഈ വിശ്വാസവും ഈ ധാരണയും ഇല്ലാത്ത ആളുകൾ ഇല ഇളകിയാൽ പേടിക്കും. ഇല ഇളകിയാൽ പേടിച്ചു, അത് ജിന്നാണ്, ഇത് ജിന്നാണ്, ആയിക്കോട്ടെ ജിന്നായിക്കോട്ടെ, ജിന്നോടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളെ കൂടെ അല്ലേ ഒരു ജിന്ന്? സദാസമയവും നമ്മളെ ഇങ്ങനെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് അവനെ പിടിക്കാൻ പറ്റുക നോക്കിയിട്ടില്ല. ഉണ്ട്, അതിനെന്താ, ഉണ്ടായിക്കോട്ടെ, നമ്മൾ കറക്റ്റ് ആവണം. അതിന് ഓരോ നിമിഷവും കറക്റ്റ് ആകാനുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഉണ്ട്.
രാവിലെ എഴുന്നേൽക്കുകയാണ്. നമ്മൾ തൊട്ട് അലാറം വെച്ചാൽ ശരി, ഇനി അലാറം വെച്ചിട്ടില്ല, നമ്മുടെ ബോഡി ക്ലോക്കിലുള്ള അലാറം തന്നെ നമ്മളെ വിളിച്ചോണ്ടെന്ന് വിചാരിക്കുക. ഉണരുമ്പോ തന്നെ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ. ആദ്യത്തെ വാക്ക് വായിൽ നിന്ന് വരുന്നത്, മനസ്സിൽ നിറയുന്നത് അള്ളാഹുവിനുള്ള ഹംദാണ്. പിന്നെ എവിടെ ഇബ്ലീസിന് അവിടെ ഒരു ഗ്യാപ്പ് ഉള്ളത്? പിന്നെ നേരെ ബാത്റൂമിലാണ് പോണ്ടത്. അപ്പോ നമ്മുടെ നഗ്നതകൾ മറ്റുള്ള ഇബ്ലീസുകളോ മറ്റുള്ള പിശാചുക്കളോ ഹുബത്തോ ഹബായിത്തോ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹിന്റെ പേരുച്ചരിക്കുന്നു, ബിസ്മില്ലാ. അവിടെ അള്ളാഹിന്റെ പേരുച്ചരിച്ചു. പിന്നെ നമ്മൾ ബാത്റൂമിൽ കയറുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. അല്ലാഹുമ്മ പോയില്ലേ എല്ലാ കാര്യവും. ആ പേര് കേൾക്കുമ്പോ പിന്നെ ഒരാൾക്കും നമ്മളെ അടുക്കലേക്ക് വരാൻ കഴിയില്ല. നമ്മൾ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് വരികയാണ്. ഗുഫ്രാനക്, അല്ലാഹുവേ നിന്റെ മഗ്ഫിറത്താണ് ചോദിക്കുന്നത്. പിന്നെ എവിടെ? അങ്ങനെ ഓരോ വളവിലും ഓരോ തിരിവിലും ഓരോ നിമിഷത്തിലും നമ്മൾ അള്ളാഹിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ നിമിഷവും. അതാണ് വലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നിന്റെ നാവ് പച്ച പിടിച്ച് കിടക്കണം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട്. മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ വിശ്വാസമുണ്ട്, ആ സ്നേഹമുണ്ട്, ആ പ്രതീക്ഷയുണ്ട്, ആ ഭയപ്പാടുണ്ട്, ആ സ്മരണയുണ്ട്. അത് ആ മനസ്സിലുള്ള ആ ദിക്റാണ് നാവിലിങ്ങോട്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ ഇതിങ്ങോട്ട് പുറത്തേക്ക് വരുന്നത്. എവിടെ പിന്നെ പിശാച്? മനസ്സിൽ ഇങ്ങനെയുള്ള നാവിൽ അത് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു വിശ്വാസിനെ ഇവൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതില്ലാത്തതും മനസ്സിലാക്കാത്തതും അതില്ലാത്തതും തെറ്റായ രൂപത്തിൽ ജീവിക്കുന്ന ആളുകളെയും പിശാച് പിടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാത്തവർക്ക് അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹിനെ കുറിച്ച് ഓർത്ത് നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ശ്രമിച്ചു നോക്കും, പരമാവധി പിടിച്ചു നോക്കും, വിട്ടൊഴിഞ്ഞു പോകുന്നു പ്രതീക്ഷിക്കേണ്ട. അഹ്മദ് ലാ വല്ലാഹ് ആഖിറു റമഖിൻ മിൻ ഹയാത്തിന, ജീവിതത്തിലെ അവസാന ശ്വാസം വലിക്കുന്നത് വരെ വലിച്ചു നോക്കും. കിട്ടോ വലിച്ചു നോക്കും. അവൻ പറഞ്ഞെന്താണ്? എന്നിട്ട് അവൻ പറഞ്ഞു ലം യകുൻ ലി അലൈഹി സുൽത്താൻ, എനിക്ക് അവന്റെ മേലൊരു അധികാരം ഉണ്ടായിരുന്നില്ല. ശ്രമിച്ചു നോക്കാൻ പറ്റും. ഞാൻ ശ്രമിച്ചു നോക്കിയപ്പോ അവൻ തെറ്റായ ജീവിതം, തെറ്റായ വിശ്വാസം, തെറ്റായ ജീവിതം, തെറ്റായ നടപടികൾ അവൻ സ്വീകരിച്ചതുകൊണ്ട്, അവൻ വഴങ്ങിയതുകൊണ്ടാണ് എന്റെ കാര്യം അവന്റെ അടുക്കൽ ചെലവായത്, നടപ്പിലായത്. ഇതാണ്. മറിച്ച് അവൻ അങ്ങനെ വഴങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവൻ എന്നെ പ്രതിരോധിക്കാനുള്ള എല്ലാ കാര്യവും അള്ളാഹ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്ക് അവന്റെ മേൽ ഒരധികാരം കിട്ടുമായിരുന്നില്ല. സത്യത്തിൽ അതൊരു അധികാരം വെച്ചിട്ടില്ല. അവനവൻ തെരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ പിശാചിന് നമ്മളെ കീഴ്പ്പെടുത്തി, പിന്നെ പിശാച് കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെ നമ്മളെ മൂക്കയറിട്ട് അങ്ങനെ കൊണ്ടുപോകും. വേണ്ടോടത്തേക്ക് പിന്നെ പിശാച് കൊണ്ടുപോകും. അത് നമ്മൾ വഴങ്ങിക്കൊടുത്തത് കൊണ്ട് മാത്രമാണ്. അതാണ് ലം യകുൻ ലി അലൈഹി സുൽത്താൻ, എനിക്ക് അവന്റെ മേലൊരു അധികാരം ഉണ്ടായിരുന്നില്ല. വലാ ഹുജ്ജത്തുൻ വലാ ബുർഹാൻ, എനിക്ക് അവന്റെ മേലൊരു തെളിവുണ്ടായിരുന്നില്ല. എനിക്ക് അവന്റെ മേലുള്ള ഒരു യാതൊരു തരത്തിലുള്ള ബുർഹാനും യാതൊരു തരത്തിലുള്ള തെളിവുകളും എനിക്കുണ്ടായിരുന്നില്ല. വലാകിൻ കാന ഫിൽ ളലാലിൽ ബഈദ്, മറിച്ച് കാന ഫിൽ ളലാലിൽ ബഈദ്, അവൻ സ്വയമേവ തെരഞ്ഞെടുത്ത വിദൂരമായ വഴികേടിൽ അവൻ എത്തിപ്പെട്ടതാണ്. അല്ലാണ്ട് ഞാൻ അവനെ പിടിച്ചിരിച്ചു കൊണ്ടുപോകാനൊന്നും എനിക്ക് കഴിയില്ലല്ലോ. എനിക്കതിനുള്ള അധികാരമില്ലല്ലോ. ഞാൻ അവരൊക്കെ വഴിപിഴപ്പിക്കും എന്ന് അള്ളാഹുവിനോട് അവൻ കട്ടായം പറയുമ്പോഴാണ് അള്ളാഹ് പറയുന്നത്, നിനക്ക് വഴിപിഴപ്പിക്കാൻ പറ്റുന്നത് സ്വയം വഴികേട് തെരഞ്ഞെടുക്കുന്ന വഴങ്ങുന്ന ആളുകളുടെ മേൽ മാത്രമാണ്. എന്നാൽ ഇന്ന ഇബാദിൽ ഇസ്ലക്കാലിഹി സുൽത്താൻ, എന്റെ അടിയാറുകളായി എന്നിൽ വിശ്വാസമുള്ള, എന്നെ സ്നേഹിക്കുന്ന, എന്നിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന, എന്നെ ഭയപ്പെടുന്ന, എന്നെ കുറിച്ചുള്ള സ്മരണയുള്ള, എന്റെ വചനങ്ങൾ ഉച്ചരിക്കുന്ന, എന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്ന, എന്നിൽ രക്ഷ ചോദിക്കുന്ന ആളുകൾ, അവരുടെ മേൽ നിനക്ക് ഒരധികാരമല്ല. മറ്റൊരു സ്വയം വഴങ്ങിയത് കൊണ്ടും അവർ തെറ്റായ ജീവിതം തെരഞ്ഞെടുത്തത് കൊണ്ടും മാത്രമാണ്. ഫഹുവല്ലദീ ളല്ല വഅബ്അദ അനിൽ ഹഖ് ബിഇഖ്തിയാരിഹി, ഫഹുവ, ആ മനുഷ്യൻ
അല്ലദി അവനാണ് വല്ല വഴിതെറ്റിയത് വഅബ്അദ അനിൽ ഹഖ് സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോയത് ബിഖ്തിയാരിഹി അവന്റെ സ്വയം തെരഞ്ഞെടുപ്പ് അനുസരിച്ച്. അബ്അദ എന്ന് പറഞ്ഞാൽ സ്വാറ ബഈദൻ വളരെ ദൂരത്തേക്ക് പോയി. അവിടെ അഫ്ആല വസൻ എടുത്തിട്ടുള്ളത് മുബാലഗക്കും തക്സീറിനും വേണ്ടിയിട്ടാണ്. അവൻ വളരെ വിദൂരതയിലേക്ക് പോയി. ഫഖദ് അബ്അദ അൻ-നജ്അ ചിലപ്പോ പറയും അവന്റെ വഴി വളരെ വിദൂരത്തേക്ക് അവൻ തെറ്റിപ്പോയിട്ടുണ്ട്. അബ്അദ് സത്യത്തിൽ നിന്ന് അനിൽ ഹഖ് സത്യത്തിൽ നിന്ന് സത്യത്തിന്റെ വഴിയിൽ നിന്ന് അവൻ ദൂരത്തേക്ക് പോയി. അത് എങ്ങനെ പോയത്? എന്റെ ഒരു നിർബന്ധമല്ല, ബിഖ്തിയാരി അവൻ സ്വയം തെരഞ്ഞെടുത്തിട്ടാണ്. ഇത് മനുഷ്യൻ അല്ലാഹു കൊടുത്തതാണ്. ഈ വസ്തുതയായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കെ അത് നമ്മൾ മറന്നു പോവുക, എന്നിട്ട് പലതിനെയും നമ്മൾ കുറ്റപ്പെടുത്തുക. നമുക്ക് അത് ഇഖ്തിയാർ നൽകിയിട്ടില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ട്. ഏത് വേണം എന്നുള്ളത് അവനവൻ തെരഞ്ഞെടുക്കണം. അവനവന്റെ മുന്നിൽ രണ്ട് വഴിയുണ്ട്. സത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കാതെ ഒരു മനുഷ്യനെ ശിക്ഷിക്കൂല. സത്യം അവന്റെ മുന്നിൽ വന്നിട്ട് അവനെ മുട്ടി വിളിക്കാത്ത ഒരു മനുഷ്യനുമില്ല. നമ്മൾ കരുതുന്നത് ഓൽക്കത് കിട്ടാഞ്ഞിട്ടാണ്, കിട്ടിയപ്പോ കണ്ണ് തുറക്കാഞ്ഞിട്ടാണ്. കിട്ടാഞ്ഞിട്ടല്ല, കിട്ടിയപ്പോ കണ്ണ് തുറക്കാഞ്ഞിട്ടാണ്. സത്യം അവന്റെ വാതിലിൽ അവനെ മുട്ടി വിളിക്കാത്തൊരു പ്രശ്നമല്ല, വരും. പക്ഷെ അത് വരുന്ന നേരത്ത് പൈന് അത് നമ്മൾ കേട്ടു എന്ന് വെച്ചാൽ നമ്മളെ വേറെ പല കാര്യങ്ങളും മുടങ്ങും. അതുകൊണ്ട് കേട്ടില്ല എന്ന് വെക്കും. അങ്ങനെ സത്യം വന്നിട്ട് മാടി വിളിക്കുമ്പോ മുട്ടി വിളിക്കുമ്പോ അതിന് വഴങ്ങിയാൽ അതിനനുസരിച്ച് നിന്നാൽ നമ്മുടെ മറ്റു കാര്യങ്ങൾ മുടങ്ങുമെന്ന നിലക്ക് സത്യത്തെ അവഗണിച്ചു വിട്ടാലോ? വനുഖല്ലിബു അഫ്ഇദതഹും വഅബ്സാറഹും കമാ ലം യുഅ്മിനൂ ബിഹി അവ്വല മർറ. അവരുടെ ഗ്രാഹ്യശേഷിയും അവരുടെ മനസ്സും ഒക്കെ നമ്മളങ്ങ് തകിടം മറിക്കും. പിന്നെ രണ്ടാമതും മൂന്നാമതും ഒക്കെ വരുമ്പോ അവനത് സത്യമാണ്, നന്മയാണ് എന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്ത വിധം അവന്റെ ഗ്രാഹ്യശേഷികളെ നാം തകിടം മറിക്കും. പിന്നെ അവരെ നാം വഴികേടിൽ തന്നെ വിഹരിക്കാൻ വിട്ടേക്കുകയും ചെയ്യും. അതുകൊണ്ട് സത്യം വന്ന് നമ്മളെ വിളിക്കുന്ന സമയത്ത്, ഉണർത്തുന്ന സമയത്ത്, ആദ്യ സമയത്ത് തന്നെ അതിനെ പരിഗ്രഹിച്ചു കൊള്ളണം, അതിനെ കെട്ടിപ്പിടിച്ചോളണം. അത് സത്യത്തോട് നമ്മൾ കാണിക്കേണ്ട ഒരു കടപ്പാടാണത്. ആ കൈവിട്ട് പോയി കിട്ടും. എത്ര ആൾക്കാരുണ്ട്? പല ആൾക്കാരെയും കയ്യിൽ ഇത് കിട്ടും, ശരിക്ക് കിട്ടും. പക്ഷെ അത് ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന നഷ്ടം വരാനുണ്ട്. സത്യത്തിലെ നഷ്ടമല്ല, ലാഭമാണ്. പക്ഷെ അവൻ കരുതുകയാണ് ഇതെനിക്ക് നഷ്ടമാണ്. അല്ലെങ്കിൽ ദുനിയാവിൽ എനിക്ക് ഇന്ന സൗകര്യങ്ങൾ നഷ്ടപ്പെടും. ഒന്നും നഷ്ടപ്പെടാനില്ല ദുനിയാവിൽ. അവന് അങ്ങനെ ഒരു സൗകര്യം നഷ്ടപ്പെടാനില്ല. അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങളൊരു കാര്യം ത്യജിച്ചാൽ അള്ളാഹ് അതിനേക്കാൾ ഹൈറായ ഒന്ന് നിങ്ങൾക്ക് വേറെ തരുന്നാ പറഞ്ഞത്. അപ്പൊ ചില ആൾക്കാർ എന്നാ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാലോ, തജ്രിബ നടത്തി വെക്കാം. അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ എന്നിട്ട് എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയില്ലല്ലോ. അങ്ങനെയല്ല. ദീന് തജ്രിബത്തല്ല, ദീന് യഖീനാണ്. ദീനിന്റെ വഴി തജ്രിബത്തല്ല, ട്രയൽ ആൻഡ് എറർ പരിശോധിച്ച് നോക്കിയിട്ട് ആ കിട്ടുകയാണെങ്കിൽ ഇപ്പുറത്ത് നിൽക്കാം. അത് ദീനിന്റെ വഴിയല്ല. ദീനിന്റെ വഴി യഖീനാണ്. ഞാനിത് വിട്ടാൽ, അള്ളാഹ്ക്ക് വേണ്ടി വിട്ടാൽ അതിനും വലുത് അള്ളാഹ് എനിക്ക് തരും. ഏതാണ് അതിനും വലുത്? ഞാൻ ചിലപ്പോ ഇവിടെ ആകാം, ചിലപ്പോ പരലോകത്താകാം. പരലോകത്ത് ഉറപ്പായിട്ട് എനിക്കത് പൂർത്തീകരിച്ച് തന്നിരിക്കും. ഇവിടെ എനിക്ക് നഷ്ടപ്പെടുന്നത് ചെറിയൊരു കാര്യം, ചെറിയൊരു കാലയളവിൽ. എന്നാൽ അവിടെ എനിക്ക് കിട്ടാൻ പോകുന്നത് അനന്തമായ കാലത്തേക്ക് വലിയ കാര്യമാണ് കിട്ടാൻ പോകുന്നത്. ചിലപ്പോ ദുന്യാവിന്ന് തന്നെ പ്രതിഫലം നേരത്തെ തരുന്നതിന്റെ ഭാഗമായി അള്ളാഹ് നമുക്ക് തരുന്ന പ്രതിഫലങ്ങൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ചിലപ്പോ ഇവിടുന്ന് തന്നെ കുറച്ച് തരും, ബാക്കി പൂർത്തീകരിച്ചിരുന്നത് അവിടുന്നായിരിക്കും. അത് ശിക്ഷയാണെങ്കിലും ശരി, പ്രതിഫലമാണെങ്കിലും ശരി, അങ്ങനെയാണ്. ചിലപ്പോൾ അത് ഇവിടുന്ന് ആയിക്കൊള്ളുന്നില്ല, അള്ളാഹു അത് പരലോകത്തേക്ക് എടുത്തു വെച്ചു എന്ന് വരും. അങ്ങനെ പരലോകത്തേക്ക് എടുത്തു വെച്ചാൽ അപ്പൊ കൂടുതൽ കിട്ടും എന്നുള്ളതാണ് ഒരു മുഅ്മിനിന്റെ പ്രതീക്ഷ. പക്ഷെ നമ്മൾ ഈ കാര്യം പറയുമ്പോൾ ആളുകൾ കാര്യം തെറ്റായിട്ടാണ് മനസ്സിലാക്കുക. അവിടെ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ മൗലവി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മുസ്ലിയാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേ ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇന്നത് ഉപേക്ഷിച്ചാൽ അതിലും വലുത് കിട്ടും.
അപ്പോൾ ഒരു ജോലി ഉണ്ടായിരുന്നു, അത് നല്ല ജോലിയല്ല, അത് പലിശയായി ബന്ധപ്പെട്ട ജോലിയാണ്. അവന് 5000 ആയിരുന്നു സാലറി. അത് ഉപേക്ഷിച്ച് നോക്കി, പക്ഷെ എനിക്ക് 10,000 ജോലി കിട്ടിയില്ലല്ലോ. അത് തെറ്റായ കാര്യം, തെറ്റായിട്ട് മനസ്സിലാകുന്നതാണ്. അങ്ങനെ തരുന്നല്ല ആ ഹദീസിന്റെ അർത്ഥം. ആ ഹദീസിന്റെ അർത്ഥം അള്ളാഹ്ക്ക് വേണ്ടി അയാൾ അത് ഉപേക്ഷിച്ചാൽ അത് അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ അങ്ങനെ പരീക്ഷിച്ച് നോക്കാനല്ല ഉപേക്ഷിക്കേണ്ടത്. ദീനൊരിക്കലും തജ്രിബത്തല്ല, എക്സ്പെരിമെന്റലി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, അങ്ങനെ ആയില്ലെങ്കിൽ അപ്പം നമുക്ക് ഒഴിവാകാം എന്ന് പറയുന്ന എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പരിക്കലായിട്ടല്ല കാര്യങ്ങൾ പോകേണ്ടത്. മറിച്ച് എങ്ങനെ പോകേണ്ടത്? അത് യഖീനാണ്. ഞാനത് ഉപേക്ഷിച്ചാൽ എനിക്ക് ഇതിനേക്കാളും നല്ലത് അള്ളാഹ്, അത് അള്ളാഹു തരുന്നത് അത് മുഴുവനും പരലോകത്തേക്ക് നീട്ടിവെച്ചാൽ ഏറ്റവും നന്നായി. അല്ല, അതിൽ നിന്ന് കുറച്ച് ഇവിടുന്ന് തന്നെ തന്നുവെങ്കിൽ ഖൈറുൻ അലാ ഖൈർ, അതും നന്നായി. ചിലപ്പോൾ അള്ളാഹ് ഇവിടുന്ന് തന്നെ അതിന്റെ ഒരു വിഹിതം തന്നു വരും. ചിലപ്പോൾ അവന് നഷ്ടപ്പെട്ടതിനേക്കാൾ വലുത് അല്ലെങ്കിൽ അതുപോലുള്ളത് ഇവിടുന്ന് കിട്ടിയത് വരും. ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ നഷ്ടപ്പെടുകയല്ല, അയാൾ കൂടുതൽ നേടുന്നവനായി തീരുകയാണ് ചെയ്യുന്നത്. പരലോകത്ത് അവന് കിട്ടാൻ പോകുന്നത് വളരെ വലുതാണ്. നദ്ദഖിറുലഹു, അതിനെ നാം സൂക്ഷിച്ചു വെക്കും പരലോകത്തേക്ക്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ തെറ്റായി മനസ്സിലാക്കരുത്. അതിന്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള ആ ഫഹ്മ് അതൊരു തൗഫീഖാണ്. അത് നമ്മൾ ഭാഷ കൊണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല, അത് ജീവിതത്തിലുള്ള ഒരു അനുഭവമാണ്. ആ അനുഭവം എന്ന് പറയുന്നത് അത് തൗഫീഖിന്റെ ഭാഗമാണ്. അത് മുകളിൽ നിന്ന് വരേണ്ടതാണ്. അത് നമ്മുടെ സത്യസന്ധത, ജീവിതത്തിൽ നാം പുലർത്തുന്ന സത്യസന്ധതയ്ക്ക് അനുസരിച്ചിരിക്കും ആ കാര്യം. ഇത് വാക്കോട്ട് തീരുന്ന ഒരു വിഷയമല്ല അവിടെ കിടക്കുന്നത്. ഏതാണെങ്കിലും സത്യത്തിൽ നിന്ന് അവൻ ബഹുദൂരം പോയത് ബിഖ്തിയാരി, അവന്റെ സ്വയം തെരഞ്ഞെടുപ്പ് കൊണ്ടാണ്. ഇത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. വസ്തുത അതാണ്, സത്യം അതാണ്. ബാക്കിയുള്ളതൊക്കെ തെറ്റ് ചെയ്യുന്നവർക്ക് തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന ന്യായങ്ങളാണ്, ദുർന്യായങ്ങൾ. ഹത്ത് ഇതാണ്, ഒരുത്തൻ തെറ്റുന്നുണ്ടെങ്കിൽ ബിഖ്തിയാരി, ബിഖ്തിയാരി, വേറെ ആരും കുറ്റപ്പെടുത്തണ്ട. കമാ ഖാല ഫിൽ ആയത്തിൽ ഉഖറ, മറ്റൊരു ആയത്തിൽ അല്ലാഹു ഈ കാര്യം ഒന്നുകൂടി വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് സൂറത്ത് ഇബ്രാഹിമിലുള്ള ആയത്താണ്. വഖാല ശൈത്വാൻ, ശൈത്താൻ പറഞ്ഞാണ്, ലമ്മാ ഖുദിയൽ അംർ, കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ. അല്ലാഹ് എന്ന് പറഞ്ഞാൽ വിധിച്ചു, തീർച്ചപ്പെടുത്തി എന്നൊക്കെയാണ്. അതിന്റെ അൽ മബ്നിയുൽ മജ്ഹൂൽ, മജ്ഹൂലിന്റെ സിഗാണ് ഖുദിയ, അതിന്റെ പാസീവ് വോയിസാണ്. ആരാ വിധിക്കുന്നത്? അള്ളാഹ്. ഇവിടെ ഫാഇലിനെ പറയുന്നില്ല, അതുകൊണ്ട് തന്നെ മഫ്ഊൽ ബിഹിയെ നായിബ് ഫാഇലാക്കി. ഖുദിയൽ അംർ, കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ. അങ്ങനെ കാര്യം തീരുമാനിച്ചു. നമ്മൾ സൂറത്ത് ഖാഫിലുള്ള ആയത്തിൽ അത് കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ വിചാരണയ്ക്ക് വേണ്ടി അവന്റെ മുന്നിൽ ഹാജരാക്കുന്ന കാര്യം, ഫജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്, ഒരു സായിഖ് ഉണ്ട്, ഒരു ഷഹീദ് ഉണ്ട്. സാക്ഷികൾ അണിനിരത്തപ്പെട്ടു, തെളിവുകൾ ഹാജരാക്കപ്പെട്ടു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. മന്നാഉൽ ഖൈറായിട്ടുള്ള കാഫിറായിട്ടുള്ള മനുഷ്യനെ, മന്നാഉൽ ഖൈറായിട്ടുള്ള മനുഷ്യന്റെ കാര്യങ്ങൾ അവിടെ വിസ്തരിച്ചു. അള്ളാഹു പറഞ്ഞു, അൽഖിയാ ഫി ജഹന്നമ കുല്ല കഫാരിൻ അനീദ്. ആ തീർപ്പ് വന്നു കഴിഞ്ഞപ്പോൾ പിശാച് പറയാണ്, ഇന്നല്ലാഹ വഅദക്കും, നിശ്ചയമായും അള്ളാഹു അവൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വഅദൽ ഹഖ്, സത്യമായ വാഗ്ദാനം അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നന്മ ചെയ്താൽ നല്ലത് കിട്ടും, മോശം ചെയ്താൽ മോശം കിട്ടും. ഒരാളും ഒരാളുടെ ഒരു കാര്യവും ചെറുതാകട്ടെ വലുതാകട്ടെ ഒന്നും വിട്ടുകളയില്ല, വിട്ടുകളയില്ല. ഇത് അള്ളാന്റെ വാഗ്ദാനമാണ്. ആ വഅദുൽ ഹഖ്, സത്യമായ വാഗ്ദാനമാണ്. വഅദ്തുക്കും, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നു. ദുനിയാവിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ കരീനായിട്ട് ചെവിയിൽ വന്ന് മനസ്സിൽ വന്ന് മന്ത്രിക്കും, അല്ലെങ്കിൽ മനുഷ്യരൂപത്തിൽ വന്ന് മന്ത്രിക്കും, അല്ലെങ്കിൽ വേറെ രൂപത്തിൽ വേറുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകി. ഫഅഖ്ലഫ്തുക്കും, എന്റെ വാഗ്ദാനം വഅദായ ഹഖായ വഅദല്ല, മറിച്ച് ഫഅഖ്ലഫ്തുക്കും, ഞാൻ നിങ്ങളോട് നൽകിയ വാഗ്ദാനം ഞാനിതാ ലംഘിച്ചിരിക്കുന്നു. അഖ്ലഫ എന്ന് പറഞ്ഞാൽ ലംഘിച്ചു. അഫ്അല വസന ഖലഫ്, അതിൽ നിന്ന് അഖ്ലഫ ലംഘിച്ചു. നമ്മൾ ആയത്തുൽ മുനാഫിഖ് സലാസുൻ എന്ന് പറയുന്ന ഹദീസിൽ കേട്ട വാക്കാണ്, പരിചയമുള്ളതാണ്. തമ്മിൽ റിലേറ്റ് ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവും. അവർ മൂന്ന് കാര്യമാണ്.
ഇദാ വഅദ അഖ്ലഫ്. ആദ്യം പറയുന്നുണ്ട് ഇദാ വഅദ അഖ്ലഫ്. ഒരു മുനാഫിഖായ മനുഷ്യൻ ആരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അഖ്ലഫ്, അത് ബ്രേക്ക് ചെയ്തിരിക്കും, പൂർത്തീകരിക്കുന്ന പ്രശ്നമല്ല. എന്നതുപോലെ പിശാച്ച് ഇവിടുന്ന് പറയാണ് പച്ചക്ക് അവൻ കാര്യങ്ങൾ അവിടെ ഇനി പറയല്ലാതെ മറച്ചു പിടിക്കാൻ അവിടെ മറല്ലാത്ത ലോകമാണ്. അവിടെ മറകളില്ല, എല്ലാം അറിയുന്നു, എല്ലാം കാണുന്നു. മലയിന്റെ മുന്നിൽ, ശുഹൂദുകളുടെ മുന്നിൽ, മാലോകരുടെ മുന്നിൽ, സാക്ഷികളുടെ മുന്നിൽ, അള്ളാന്റെ മുന്നിൽ, മലക്കുകളുടെ മുന്നിൽ, എല്ലാവരുടെയും മുന്നിൽ കാര്യങ്ങൾ അങ്ങ് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നീ മറച്ചു പിടിക്കാനൊന്നും കഴിയില്ല. പിശാചി പറയുന്നു അള്ള നിങ്ങളോട് വാഗ്ദാനം ചെയ്ത്, അള്ളാന്റെ വാഗ്ദാനം വാഴുതുൻ ഹക്കാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തു. പിശാചി പലതും വാഗ്ദാനം ചെയ്തു, പലതരം ഭീഷണികൾ ഇറക്കി. പക്ഷേ അവൻ പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദാനം പോലും അവൻ പാലിക്കില്ല. ഫഅഖ്ലഫ്തുക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനം ഞാനിതാ ലംഘിച്ചിരിക്കുന്നു. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, ഉള്ളത് പറയട്ടെ, വമാ കാന ലി, എനിക്കുണ്ടായിരുന്നില്ല. മാനാഫിയത്താണ്. മാ കാന, ഉണ്ടായിരുന്നില്ല, ലി എനിക്ക്, അലൈക്കും നിങ്ങളുടെ മേൽ, മിൻ സുൽത്താനിൻ, യാതൊരു തരത്തിലുള്ള അധികാരം നിങ്ങളുടെ മേലുണ്ടായിരുന്നില്ല. നിങ്ങൾ വഴങ്ങിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ പോന്നിട്ടില്ലെങ്കിൽ, നിങ്ങളെ നിർബന്ധിച്ചു കൊണ്ടുവരാനുള്ള ഒരധികാരദണ്ഡും എന്റെ കയ്യിലില്ല. മറിച്ച് നിങ്ങൾ എന്റെ വഴിയെ വന്നത് നിങ്ങൾ സ്വയം വഴങ്ങിയത് കൊണ്ടാണ്, നിങ്ങൾ സ്വയം തെരഞ്ഞെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ മേൽ എനിക്ക് യാതൊരു തരത്തിലുള്ള അധികാരമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ ജിന്നിനെ പേടിച്ച്, പിശാചിനെ പേടിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ പറയും ഞങ്ങൾ മുവഹിദീങ്ങളാണ്, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, ഞങ്ങൾ സലഫികളാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞുകൊള്ളു. ആ വലിയ വലിയ വാക്കുകളൊക്കെ പറയാന്നല്ലാണ്ട് സത്യത്തിൽ ആ ദർജയ്ക്ക് അവരെത്തിയോ എന്നുള്ളതാണ് പ്രശ്നം. എത്തിയിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമല്ല. പിശാചിനെ സൂക്ഷിക്കാൻ അള്ള പറഞ്ഞിട്ടുണ്ട്, അവൻ അകറ്റി നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാണ്ട് പിശാചിനല്ല പേടിക്കേണ്ടത്, അള്ളാനെയാണ് പേടിക്കേണ്ടത്. വലാ തഖാഫൂഹും വഖാഫൂനി, അള്ളാനെ പേടിക്കേണ്ടത്. പിശാചിനെ നമ്മൾ സൂക്ഷിച്ചാൽ മാത്രം മതി. അവൻ അടുത്ത് വരാതിരിക്കാനുള്ള ഉപായങ്ങൾ അള്ള നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് കൈകൊണ്ടാൽ മതി. അല്ലാതെ പിശാചിനെ പേടിച്ചിട്ട് അള്ളാനെ പേടിക്കുന്നതിലധികം പിശാചിനെ പേടിച്ച് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് പലരും എത്തിപ്പെട്ടിട്ടുണ്ട്. എന്റെ ആവശ്യമില്ല. കാരണം പിശാച് തന്നെ പറയുന്നു, എനിക്ക് അള്ളാഹു നിങ്ങളുടെ മേലൊരു അധികാരം തന്നിട്ടില്ല, എനിക്ക് നിങ്ങളുടെ മേലൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഇല്ല അൻ ദഅഉതുകും, ആകെ കാര്യം നിങ്ങൾ അതിലേക്ക്, എന്റെ വഴിയിലേക്ക്, തെറ്റിന്റെ വഴിയിലേക്ക്, പൈശാചികമായ മാർഗങ്ങളിലേക്ക് എനിക്ക് നിങ്ങളെ വിളിക്കാൻ പറ്റുമായിരുന്നു. ആകെ എനിക്കുണ്ടായിരുന്ന ഒരു അധികാരം, അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ അൻ ദഅഉതുകും, ഞാൻ നിങ്ങളെ വിളിച്ചു, ഇങ്ങോട്ട് പോരി, ഇങ്ങോട്ട് പോരി, ഇങ്ങോട്ട് പോരി. അതങ്ങനെയാണ്. ഒരു നേർവഴി അല്ല വരച്ചു വെച്ചു. ആ നേർവഴിയിൽ തെറ്റാൻ ഒരു മാർഗമല്ല. അത് സുവ്യക്തമായ രാജവീഥിയാണ്. അതിന്റെ മആലിമുകൾ ബയ്യനത്താണ്, വ്യക്തമാണ്. അത് നേരെയാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണ്ട. പക്ഷെ പോണോടത്ത് ഇടത്തോട്ടും വലത്തോട്ടും ചെറിയ 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 തിരിവുകൾ വേറുണ്ട്. ആ ഓരോ തരത്തിലുള്ള പോക്കറ്റ് റോഡുകളുടെയും തുടക്കത്തിൽ ഓരോ പിശാചിൽ നിന്നിട്ട് ഇതിലെ വരൂ എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങളെന്തിനാ തിരിയേണ്ട കാര്യം? നിങ്ങളുടെ വഴി ഇതാണ്, അത് നേരെയുള്ള വഴിയാണ്. അത് അമ്പിയാക്കന്മാര് വിളിച്ച വഴിയാണ്, അവർ നടന്നു കാണിച്ചു തന്ന വഴിയാണ്. ലോകത്ത് 1.25 ലക്ഷത്തോളം നബിമാരിതിന് മുമ്പാകെ നിങ്ങളുടെ മുമ്പാകെ നടന്നു പോയി ചവിട്ടി പോയ, സഞ്ചരിച്ച, എടുത്ത ക്ലിയറായ മുമഹദത്തായ വഴിയാണ്. അതിലെ നിങ്ങൾ പോകും. അതിലെവിടെയും ഇരുട്ടുള്ള ഒരു സ്ഥലമില്ല. ലൈലുഹാക്കന ഹാരിഹ, അവിടെ രാത്രിയും പകലും സമമാണ്. അവിടെ സ്വയം നശിക്കണമെന്ന് വെച്ചവനല്ലാതെ അതിൽ നിന്ന് അങ്ങോട്ട് തിരിയില്ല, ഇങ്ങോട്ട് തിരിയില്ല. പക്ഷെ ഇടതും വലത്തും ചെറിയ ചെറിയ പൊട്ട വഴികളുണ്ട്. ആ വഴികളുടെ തുടക്കത്തിൽ ഓരോ പിശാച്ചിനെ അള്ള വെച്ചിട്ടുണ്ട്. ആ പിശാച്ച് പറയും ഇതിലെ പോന്നു, ഇതിലെ പോന്നു, ഇതിലെ പോന്നു. അങ്ങനെ അതിലൂടെ ഇല്ലെങ്കിലും നിങ്ങൾ തിരിഞ്ഞു പോയാൽ ഫതഫറഖ ബികും അൻ സബീലി, അള്ളാന്റെ വഴിയിൽ നിന്ന്, നേരായ വഴിയിൽ നിന്ന്, ഹഖിന്റെ വഴിയിൽ നിന്ന് നിങ്ങൾ ചിതറിപ്പോയി. ദാലികും വസ്വാകും ബിഹി, അത് വസിയത്തായി പറഞ്ഞു തരുന്നത് നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കാൻ വേണ്ടിയാ. അത്ര ക്ലിയറാണ്. അവിടെ നമ്മൾ ഈ വ്യക്തമായ മാർഗം മുന്നിലുണ്ടായിട്ടും ആ നേർവഴിയാണ് വിട്ടിട്ട് ഇടുങ്ങിയ ചെറിയ വഴിയിലേക്ക് പിശാച്ചിന്റെ വിളിയും കേട്ടിട്ട് പോയി. അങ്ങനെ വിളിക്കാനുള്ള ഒരു ചാൻസ്
അവന് കിട്ടണം എന്ന് പറഞ്ഞു. അത് അള്ളാഹ് അവന് വകവെച്ചു കൊടുത്തു. അപ്പോഴാ ജീവിതം പരീക്ഷണത്തിനാവുള്ളൂ. അള്ളർനീലായോമിബാസു, ജനങ്ങളെ പുനരുത്ഥാനം നടത്തുന്ന അതുവരെ എനിക്ക് ആയുസ് തരണം എന്ന് പറഞ്ഞു. ഇല്ല, ഇന്നൊക്കെ മിനൽ മുൻദരീൻ, നിനക്ക് ആയുസ് നീട്ടിത്തരാം, പുനരുത്ഥാനം വരെയല്ല, എല്ലാവരെയും അള്ളാഹു നശിപ്പിക്കുന്ന സാട്ടത്ത് വരെ നിനക്ക് തന്നിട്ടുണ്ട്. അത് അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ട്. അവൻ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. ആ വിളിക്കാനുള്ള ഒരു സാവകാശവും സ്വാതന്ത്ര്യവും അത് മാത്രമാണ് അവന് നമ്മുടെ മേലുള്ളത്. അല്ലാണ്ട് നമ്മളെ പിടിച്ചിട്ട് നിർബന്ധിച്ചിട്ട് നമ്മളെ പാസ്പോർട്ടിന് വാങ്ങി ഇജിന് പോരുകാരനെ നിർബന്ധിച്ച് വണ്ടി കയറ്റാനൊന്നും കഴിയില്ല. അങ്ങനെ ഒരു പരിപാടിയില്ല. വരണമെങ്കിൽ പോരെ, ഇതിലെ പോരെ, ഇത് നല്ല വഴി, ഇത് നല്ല വഴി പറഞ്ഞിട്ട് അവൻ മോഹിപ്പിക്കും, പ്രലോഭിപ്പിക്കും, പ്രകോപിപ്പിക്കും, പലതും ചെയ്യും. പക്ഷേ നിങ്ങളെ നിർബന്ധിച്ച് അതിലേക്ക് കയറ്റാൻ അവന് സാധ്യമല്ല. അവനെ നിങ്ങളെ പ്രേരിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഫസ്തജബ്തും ലി, അങ്ങനെ ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്തു. അത് നമ്മൾ പോരാ. അങ്ങനെ നിങ്ങൾ ഉത്തരം ചെയ്തെങ്കിൽ ഫലാ തലൂമൂനി, ഇനി നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട. നിങ്ങൾ ഉത്തരം ചെയ്തതുകൊണ്ടല്ലേ. വലൂമു അൻഫുസക്കും, നിങ്ങളെ തന്നെ സ്വയം ആക്ഷേപിച്ചാൽ മതി. ഇതാണ് അവന്റെ സ്റ്റാൻഡ്. ഇതാണ് പരലോകത്ത് നടക്കാൻ പോകുന്നത്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, മനസ്സിരുത്തേണ്ട ഒരു കാര്യമാണ്. കഫാറുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിലെറിയാനുള്ള വിധി അണ്ട് വിധിച്ചു കഴിയുമ്പോൾ ഓരോ മനുഷ്യനെയും വിധിക്കുമ്പോൾ പിശാച് അവിടുന്ന് കൈയെഴുകും. അവൻ നരകത്തിക്കാണ്. പക്ഷെ ഈ വന്നത് ഞാൻ കാരണത്താലല്ല. റബ്ബെ മാ തുഗൈതു വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്, അവൻ വഴികേടിലേക്ക് ഫഖദ് അബ്അദ അനിൽ ഹഖ്, അവൻ സത്യത്തിൽ നിന്ന് വിദൂരത്തേക്ക് പോയത് ബിഖ്തിയാരിഹി. സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ബിഖ്തിയാരിഹി. അല്ല, കൂടുതൽ വിശദീകരണം ആവശ്യമില്ല, വളരെ ക്ലിയർ ആണ്. നിങ്ങൾ ഒന്നുകൂടെ തഫ്സീറിലൊന്ന് നോക്കിക്കോളൂ. ഖാല ഖരീനുഹു എന്ന് പറഞ്ഞപ്പോൾ അതിന് ശർഹ് കൊടുത്തു. ആ ഖരീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അശ്ശൈത്വാൻ. ശൈത്താൻ അത് പറയുന്നത് ഹാലായിട്ടാണ്. മുതബർരിഅൻ മിൻഹു ഹാമിലൻ അലൈഹി ഇസ്മഹു, ഇവനിപ്പോ നരകത്തിലേക്ക് പോകാനുള്ള വിധി വന്ന ആ കുറ്റമുണ്ടല്ലോ, അതിൽ ഞാൻ നിരപരാധിയാണ് എന്ന് തന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഹാമിലൻ അലൈഹി ഇസ്മഹു, അവന്റെ ഇസ്മ അവന്റെ മേൽ തന്നെ വഹിപ്പിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത്. എന്താ പറയുന്നത്? റബ്ബനാ മാ തുഗൈതു, റബ്ബേ ഞാൻ അവനെ ഈ പരിധിവിട്ട ജീവിതത്തിന്, വഴികെട്ട ജീവിതത്തിൽ ഞാനല്ല അവനെ പരിധിവിട്ട ജീവിതത്തിലേക്ക് തള്ളിവിട്ടത്. ലിയന്നി ലം യകുൻ ലി അലൈഹി സുൽത്താൻ, എനിക്ക് അങ്ങനെ ഒരാളെയും നിർബന്ധിച്ചിട്ട് പരിധി വിട്ട് തെറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം എനിക്ക് അവന്റെ മേൽ ഒരു സുൽത്താൻ ഉണ്ടായിരുന്നില്ല. വല ഹുജ്ജ വല ബുർഹാൻ, ഒരു ഹുജ്ജത്തും ഒരു ബുർഹാനും ഇല്ല. സത്യത്തിന് 1000 തെളിവുകളുണ്ട്. 1000 തെളിവുകളുണ്ടെങ്കിലും മനുഷ്യന് അത് കാണാതെ പോകും. അസത്യത്തിന് ശുബ്ഹാത്തുകളേ ഉള്ളൂ, തെളിവുകളില്ല, ശുബ്ഹാത്തുകളേ ഉള്ളൂ. ആ ശുബ്ഹാത്തുകളുടെ മറ പിടിച്ചിട്ട് അവരതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വലാകിൻ കാന ഫി ളലാലിൽ ബഈദ്, മറിച്ച് അവൻ സ്വയം ളലാലും ബഈദിലായി തീർന്നതാണ്. ഫഹുവല്ലദീ ളല്ല വബഅദ അനിൽ ഹഖ് ബിഖ്തിയാരി, അവനാണ് പിഴച്ചു പോയത്, അവനാണ് ഹഖിൽ നിന്ന് ബഹുദൂരം അകന്നു പോയത്. അവന്റെ സ്വയം തിരഞ്ഞെടുപ്പ്, സ്വയം ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട്. കമാ ഖാല ഫിൽ ആയത്തിൽ ഉഖറ, ഈ കാര്യം മറ്റൊരായത്തിലെ സൂറത്ത് ഇബ്രാഹിമിലായത്താണ് കൊടുത്തിട്ടുള്ളത്. ആയത്തിൽ അള്ളാഹു പറഞ്ഞത് പ്രകാരം വഖാല ശൈത്വാനു ലമ്മാ ഖുളിയൽ അംർ, കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിശാച് പറഞ്ഞു ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ്, അള്ളാഹ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, അത് വഅദൽ ഹഖ്, ഹഖായ വാഗ്ദാനമാണ്. വഅദത്തുക്കും, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, ഫഖലഫ്തുക്കും, ഞാനിത് ലംഘിച്ചിരിക്കുന്നു. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല. എനിക്കാകെ കൂടെ പറ്റുമായിരുന്നത് ഇല്ല അൻ ദഅഉതുക്കും, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു. ഫസ്തജബ്തും ലി, നിങ്ങൾ എന്റെ വിളിക്കുത്തരം ചെയ്തു. ഫലാ തലൂമൂനി, അതിനാൽ എന്നെ പഴിച്ചിട്ട് കാര്യമില്ല. വലൂമു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ പഴിച്ചുകൊള്ളുക. അടുത്ത ആയത്ത്. ഇങ്ങനെ ഇവര് തമ്മിൽ അവിടെ ഈ വിളിച്ചിട്ടല്ല ഞാൻ പോകുന്നത്, ഞാൻ വിളിച്ചിട്ടല്ലോ, എന്നെ പിടിച്ചുണ്ടായിട്ടില്ലല്ലോ, ഇങ്ങനെ തർക്കിക്കാൻ നിൽക്കുകയാണ്. പഴപ്പിച്ച ആളും പഴച്ച ആളും തമ്മിലുള്ള തർക്കം നടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഖാല ലാ തഖ്തസിമൂ ലദയ്യ വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്. ഖാൽ, ഇവിടെ ഖാലിന്റെ ഫാഇല് ലമീർ മുസ്തത്തിറാണ്. തഖ്ദീറുഹു ഹുവ, ഹുവ എന്നുള്ള ലമീർ അതിനകത്തുണ്ട്. ആ ലമീർ അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിലേക്ക് മടങ്ങുന്ന ലമീറാണ്. അല്ലാഹ് എന്താ പറയുന്നത്? ലാ തഖ്തസിമൂ ലദയ്യ, എന്റെ അടുക്കൽ ഇനി നിങ്ങൾ തർക്കിക്കണ്ട.
ഞാൻ വിളിച്ചിട്ടല്ലേ ഉള്ളൂ, ഇജ്ജ് പോന്നിട്ടല്ലേ, ഇജ്ജ് വിളിച്ചിട്ടല്ലേ ഞാൻ പോന്നത്. ഇങ്ങനെയുള്ള തർക്കങ്ങൾ ദുന്യാവിൽ അതാണല്ലോ, കാര്യമായിട്ട് തർക്കം. എന്ത് വിഷയമാണ് തർക്കിക്കുകയാണ് ചെയ്യുക. തർക്കം ഒരിക്കലും ഒരു നന്മയും നമുക്ക് കൊണ്ടുവന്ന് തരൂല. തർക്കം നന്മ കൊണ്ടുവന്ന് തരൂല എന്നല്ല, നമുക്ക് പല തിന്മകളും വലിച്ച് നമ്മളെ തലയിൽ വെക്കുകയും ചെയ്യും. അള്ളാഹു പറയുന്നു, ദുന്യാവില് നിങ്ങൾ തർക്കിച്ചോലാണ്, അതേമാതിരത്തെ തർക്കം ഇവിടെ വേണ്ട. ലാ തഖ്തസിമു, നിങ്ങൾ തർക്കിക്കണ്ട. ലദയ്യ, എന്റെ അടുക്കൽ. ലദയ്യ, ലദ എന്നുള്ളതാണ്, അത് വർഫ് മക്കാനാണ്. അതിലേക്ക് ഏതിനെയും ആണെങ്കിൽ ചേർക്കാൻ ലദൈഹി അവന്റെ അടുക്കലാവും, ലദൈഹ അവളുടെ അടുക്കലാവും, ലദൈഹിം അവരുടെ അടുക്കലാകും, ലദയ്യ എന്റെ അടുക്കലാകും, ലദൈന നമ്മുടെ അടുക്കലാവും. വമീർ നമ്മൾ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് അതങ്ങനെ വരും. ലത മുഹമ്മദിന് മുഹമ്മദിന്റെ അടുക്കലാകും. അതിൽ മുളാഫിന് ലേഹി എന്താണോ അതിനനുസരിച്ചിരിക്കും. ഇവിടെ യാഹ് മുത്തക്കല്യമാണ്. ആ യാഹ് മുത്തക്കല്യം അള്ളാഹ് എന്നുള്ള ഇസ്മുൽ ജലാലിലേക്ക് മടങ്ങുന്നതാണ്. എന്റെ അടുക്കൽ നിങ്ങൾ തർക്കിക്കരുത്. ഇഖ്തസമ യഖ്തസിമു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തുക. അങ്ങനെ കോടതിയിൽ വരുന്ന രണ്ട് വാദിയും പ്രതിയും എന്നുള്ളതിന് അതിന് ഹസ്മ് എന്ന് തന്നെയാണ് പറയാ. ഹസ്മാനി, വാദിയും പ്രതിയും. അതുപോലെ തന്നെ ദീനിൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അൽ മിറാഹു വൽ ജിദാലു വൽ ഹുസൂമത്തു ഫിദ്ദീൻ. മിറാഹ് പറ്റൂല, ജിദാല് പറ്റൂല, ഹുസൂമത്ത് പറ്റൂല, വാഗ്വാദങ്ങൾ ഇല്ല ദീനില്. എന്തിനീ വാഗ്വാദം? ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തർക്കിക്കേണ്ട കാര്യമല്ല. നമ്മുടെ ആത്മാവ്, നമ്മുടെ ശരീരം, നമ്മുടെ നേച്ചർ, നമ്മുടെ ഫിത്രത്ത്, ആ ഫിത്രത്ത് താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് മുന്നിൽ കണ്ടത് സ്വീകരിക്കുക എന്നല്ലാണ്ട് അതിന് പിന്നെ തർക്കിക്കാൻ എന്താ കാര്യം? അത് അള്ളാഹ് ഇറക്കിയതാണ്. അള്ളാഹ് ഇറക്കിയാൽ പിന്നെ അതിൽ തർക്കിച്ചു നോക്കിയിട്ട് കാര്യമുണ്ടോ? അല്ല, അതിന് കീഴ്പ്പെടല്ലേ നിർത്തിയുള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് ഇവൻ നരകത്തിലേക്ക് പോകേണ്ടി വന്നത്? അവൻ സ്വയം തെരഞ്ഞെടുത്തതാണ്, ഞാനല്ല എന്ന് പിശാച്. അതല്ല, നീ എന്നെ വിളിച്ചിട്ടല്ലേ എന്ന് മറ്റേയാള്. സംഗതി എന്താണ്? സംഗതി പിശാച് ഇങ്ങനെ ഇവനെ വിളിക്കുന്നു. പക്ഷെ ആ വിളിക്ക് ഉത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിടത്തും പിശാച് അവൻ എത്തിക്കില്ല എന്നും അവൻ നരകത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് അള്ളാഹ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് അറിയിച്ചെന്ന കാര്യമല്ലേ? അത് പരലോകത്ത് വെച്ചിട്ട് ആദ്യം കേൾക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ലാ തഖ്തസിമൂ ലദയ്യ, നിങ്ങൾ എന്റെ അടുക്കൽ വെച്ച് തർക്കൊന്നും വേണ്ട. വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്, നിങ്ങൾക്ക് ഈ വഈദ് മുൻകൂട്ടി തന്നെ ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ് ആയിട്ട് ഏതെല്ലാം ഘട്ടങ്ങളിൽ അള്ളാഹ് ആദമിനെ സൃഷ്ടിച്ച നേരത്ത് കൊടുത്തില്ലേ വഈദ്? ഇതാ ഇവനെ സൂക്ഷിച്ചു. ഇന്ന ശൈത്വാന ലകുമ അദുവ്വും മുബീൻ. ഇവൻ ചില്ലറക്കാരനല്ല, ഇവൻ വെറുതെ വിടൂല, പിന്നാലെ കൂടും. നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്, പ്രഖ്യാപിത ശത്രുവാണ്, നിങ്ങളുടെ വർഗ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വ, അവനെ നിങ്ങൾ ലോകക്കാരനായിട്ട് കണക്കാക്കണ്ട. അവനെ നിങ്ങൾ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവായി, പ്രഖ്യാപിത ശത്രുവായി തന്നെ കണ്ടോളണം. അവിടുന്ന് ആദം നബിയോട് പറഞ്ഞു വിട്ടിട്ടില്ലേ? ഉപ്പാപ്പാനോട് പറഞ്ഞു വിട്ട കാര്യല്ലേ? ഭൂലോകത്തേക്ക് ഇറക്കുന്ന സമയത്ത് പറഞ്ഞില്ലേ, നിങ്ങൾ ഭൂലോകത്ത് ജീവിക്കുന്ന കാലം അത്രയും വലക്കും വില്ലാർന്ന് മുസ്തഖറുൻ വ മതാഉൻ ഇലാ ഹീൻ, ജീവിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്, എല്ലാം അവിടെ തന്നിട്ടുണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം സൂക്ഷിച്ചോളണം, പിശാച് നിങ്ങളുടെ പിന്നാലുണ്ടാകും. അതുകൊണ്ട് പിശാചിന് നിങ്ങൾ വഴിപ്പെട്ട് പോകരുത് കേട്ടോ എന്ന് താക്കീത് കൊടുത്തിട്ടല്ലേ വന്നത്. പിന്നെ പിശാച് വഴി തെറ്റിക്കും എന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ട് നിരന്തരം ഉണർത്തി. മനുഷ്യന്റെ പ്രകൃതിയിൽ ഇതിനെക്കുറിച്ചുള്ള ബോധം അല്ലാഹു നൽകി. പിന്നെ നബിമാരിറക്കിയത് ഈ പിശാചിനെ കുറിച്ച് താക്കീത് നൽകാനല്ലേ? ഇത് ഉണർത്താനല്ലേ ദിക്ർ വന്നത്? അതിനുവേണ്ടിയല്ലേ ഗ്രന്ഥങ്ങൾ ഇറക്കിയത്? അതിനുവേണ്ടിയല്ലേ നബിമാര് വന്നത്? ഇങ്ങനെയൊക്കെ ഉണർത്തിയിട്ടും നിരന്തരം അടിക്കടി നബിമാരയച്ചിട്ട് ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ട് ഈ ദീന് നിലനിർത്തുന്ന ഉലമാക്കളിലൂടെ, ദീനിന്റെ ആ വാഹകരിലൂടെ അല്ലാഹു ഈ കാര്യം എല്ലാവരെയും ചെവിയിൽ നിരന്തരം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പരലോകത്തിൽ ഇബ്ലീസിന് പറയുമ്പോൾ മാത്രം നമ്മൾ കേൾക്കുന്ന, അപ്പം മാത്രം അറിവിൽപ്പെടുന്ന ഒരു കാര്യമല്ല. ഇത് അഡ്വാൻസ് ആയിട്ട് തിരുത്തേണ്ടവർക്ക് തിരുത്താൻ അവസരമുള്ള സമയത്ത് കിട്ടിയ കാര്യമാണ്. വഖദ് ഖദ്ദംതു
ഞാൻ മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് തന്നെ അതതിന്റെ ഘട്ടങ്ങളിൽ തന്നെ ഈ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ച ആ ഘട്ടത്തിൽ തന്നെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീഴുന്ന സന്ദർഭത്തിൽ പോലും പിന്നെ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഓരോ ദശാസന്ധിയിലും ഓരോ വളവിലും ഓരോ തിരിവിലും അമ്പിയാക്കന്മാരെ വിട്ടിട്ടാണെങ്കിൽ അമ്പിയാക്കന്മാരെ, മുർസലീങ്ങളാണെങ്കിൽ മുർസലീങ്ങളെ, ഗ്രന്ഥങ്ങളാണെങ്കിൽ ഗ്രന്ഥങ്ങളെ, അല്ലാത്ത വഴിയാണെങ്കിൽ അല്ലാത്ത വഴിയിലൂടെ അള്ളാഹു നിരന്തരം ഈ കാര്യം നമുക്ക് ചെയ്യാൻ തക്ക സമയത്ത്, പാകമായ സമയത്ത് മുൻകൂട്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ അതൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. വഖദ് ഖദ്ദംതു ഇലൈക്കും, ഞാൻ നിങ്ങൾക്ക് മുൻകൂട്ടി നൽകിയിട്ടുണ്ടായിരുന്നു ബിൽ വഈദ്. ഇതാ ഇവന്റെ പ്രേരണക്ക് നിങ്ങൾ വശംവദരായാൽ, അവന്റെ വഴി നിങ്ങൾ തെരഞ്ഞെടുത്താൽ, അവന്റെ പിന്നാലെ നിങ്ങൾ പോയാൽ നരകത്തിലെന്ന് അവൻ നിങ്ങൾ എത്തിക്കൊള്ളൂ. ഇത് വഴീതാണ്, അള്ളാന്റെ താക്കീതാണ്. ആ താക്കീത് ഞാൻ മുൻകൂട്ടി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് ഇനി ഇവിടെ അനവസരത്തിലുള്ള തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും വാഗ്വാദങ്ങളും വേണ്ട എന്ന് അള്ളാഹു പറയുന്നു. അതില് ആകൊരു വാക്ക് തഖ്തസിമു എന്നുള്ളതാണ്. പക്ഷെ ആ വാക്ക് ഹസ്മ് നമുക്കറിയാവുന്നതാണ്. ഹുസൂമത്തില്ല എന്നുള്ളത് ഇമാം അഹമ്മദിന്റെ ഉസൂലു സുന്ന മുതൽ, ബർബഹാരിയുടെ സുന്ന മുതൽ, ശർഹുൽ സുന്ന മുതൽ എല്ലാ ഗ്രന്ഥത്തിലും അഹ്ലുസുന്നന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്ന വാക്കാണ്. നമ്മൾ ക്ലാസ്സുകളിലൊക്കെ നിരന്തരം പറഞ്ഞതും കേട്ടതുമായൊരു വാക്കാണ്. ഖുർആനിൽ അത് പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ്. ബൽഹും ഖൗമുൻ ഖസിമൂൻ, അവര് താർക്കികന്മാരാണ്. ഹുസൂമത്ത് പാടില്ല, ജിദാല് പാടില്ല, മിറാഅ് പാടില്ല. അതാണ് ഇഖ്തസമ ഫീമ യഖ്തസിമുൽ മലഉൽ അഅല. രണ്ട് കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യത്തിൽ വാഗ്വാദം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഹുസൂമത്തിൽ പെടും. ആ വാക്ക് പുതിയതല്ല, പഴയ തന്നെയാണ്. അതിലുള്ള അതിന്റെ ബേസിക് ലെറ്റേഴ്സ് ഖാ, സ്വാദ്, മീം. അതിന്റെ ഇഫ്താല വസനാണ് ഇഖ്തസമ. ലാ തഖ്തസിമു അതിന്റെ നഹിയാണ്, നിങ്ങൾ തർക്കിക്കരുത്. ലാ തഖ്തസിം, ലാ തഖ്തസിമ, ലാ തഖ്തസിമു അതിന്റെ സീഗത്തുൽ ജംആണ്. ലാ തഖ്തസിം ലദയ്യ, എന്റെ അടുക്കൽ വെച്ചിട്ട്. അതൊക്കെ നിങ്ങൾ പുറത്തെവിടെയും പോയിട്ട് പറഞ്ഞോളൂ. കാരണം ഈ വാക്കിനോടൊരു വിലയില്ല, ഇതിനോട് സ്ഥാനമല്ല. കാരണം അത് വഖദ് ഖദ്ദംതു, ആ വാവ് ഹാലിയായ വാവാണ്. നഹ്വിൽ അതിന് പറയാ വാവ് ഹാലി എന്നാണ്. അഡ്വർബിന്റെ മീനിങ്ങിലേക്ക് പോകും. ഞാൻ മുൻകൂട്ടി നൽകി എന്നിരിക്കെ എന്ന അവസ്ഥയിൽ എന്നിരിക്കെ എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഹാരിയായ വാവാണത്. വഖദ് ഖദ്ദംതു, ഞാൻ മുൻകൂട്ടി നൽകിയിട്ടുണ്ട് എന്ന നിലയിൽ, മുൻകൂട്ടി നൽകിയിരിക്കെ, ഇലൈക്കും ആർക്ക്, നിങ്ങൾക്ക്. എന്താണ് ഞാൻ മുൻകൂട്ടി നൽകിയിരുന്നത്? ബിൽ വഈദ്, ഇതിനെക്കുറിച്ചുള്ള താക്കീത്. ഈ അവസ്ഥ നിങ്ങൾക്ക് വരുട്ടോ, ഇക്കാര്യം ഞാൻ താക്കീത് നൽകിയിട്ടുള്ളതാണ്. ഇനി അത് വെച്ചിട്ട് നമ്മൾ അതിന്റെ തഫ്സീർ വായിച്ചാൽ ക്ലിയർ ആണ്. ഖാല അല്ലാഹു തആല, ഫഅലു ഫഅല. തആല എന്നുള്ളത് തആല ദിക്റു, അള്ളാഹുവിനെ സനാഹ് നടത്താനുള്ള വാക്കാണ്. അവന്റെ ഉലുവ്, അതാണ് അവിടെ പറയുന്നത്. ഉലുവുഹു ദാത്തൻ വസിഫത്തൻ വമഅനൻ, എല്ലാ അർത്ഥത്തിലുമുള്ള അവന്റെ ഉലുവ്. അള്ളാഹ്, അങ്ങനെ ഉന്നതനായ അള്ളാഹു അവൻ പറയുന്നു, മുജീബൻ ലിഖ്തിസാമിഹിം, അവരുടെ വാഗ്വാദങ്ങൾക്കുള്ള മറുപടിയായിട്ട്. മുജീബൻ, അജാബ യുജീബു, മറുപടി പറയാം, മറുപടിയായിട്ട് ഹാലാണ്. ഏതിനുള്ള മറുപടിയായിട്ട്? ലിഖ്തിസാമിഹിം, അവിടെ ഒരു മനുഷ്യനും ആ മനുഷ്യന്റെ കരീനായിട്ടുള്ള പിശാചും അവർ തമ്മിലുള്ള ഒരു തർക്കമാണ്, വാഗ്വാദമാണ്. അതിനുള്ള മറുപടിയായിട്ട് അള്ളാഹു പറയുന്നു, ലാ തഖ്തസിമു ലദയ്യ എന്നാണ് അള്ളാഹ് പറയുന്നത്. ഐ ലാ ഫായിദത ഫി ഇഖ്തിസാമികും ഇൻദി, ലാ ഫായിദ, ഒരു ബെനിഫിറ്റും ഇല്ല. ലാ നാഫിയത്ത് അൽ ജിൻസാണ്. ഫായിദപ്പെട്ട ഒരു സാധനവും കിട്ടാൻ പോണില്ല. ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒന്നുമേ നിങ്ങൾക്ക് കിട്ടൂല. ഏതിന് ഫായിദല്ല? ഫി ഇഖ്തിസാമികും, നിങ്ങളുടെ ഈ വാഗ്വാദങ്ങൾക്ക്, നിങ്ങളുടെ ഈ തർക്കങ്ങൾക്ക്. ഇന്ദി, എന്റെ അടുക്കൽ വെച്ചിട്ട് ഇങ്ങനെ തർക്കിച്ച്, ഞാനാണ് ചെയ്തത്, അല്ല ജിയാണ് ചെയ്തത്, ഇല്ല ഞാൻ ചെയ്തിട്ടില്ല, അല്ല ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഈ തർക്കം എന്റെ സാന്നിധ്യത്തിൽ വെച്ച്, എന്റെ അടുക്കൽ വെച്ചിട്ട് നിങ്ങൾ തർക്കിച്ചിട്ട് അതിനില്ല ഫായിദ, ഒരു ഫായിദയില്ല. ആ വാവ് അൽ ഹാൽ, അത് ഹാലിനെ സൂചിപ്പിക്കുന്ന
അവസ്ഥ, ഈ അവസ്ഥയിൽ എന്നിരിക്കെ എന്നർത്ഥം കിട്ടാൻ വേണ്ടി വന്നിട്ടുള്ള വാവാണ്. അന്നി ഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് താക്കീത് മുൻകൂട്ടി നൽകിയിട്ടുണ്ടായിരുന്നു. ഐ ജാഅത്തുക്കും, അള്ളാന്റെ താക്കീത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ ജാഅത്തുക്കും, ജാഅത്ത് എന്നുള്ളത് മുഅന്നസാക്കാൻ കാരണം അതിന്റെ ഫാഇൽ റുസുലാണ്. കുല്ലു ജംഇൻ മുഅന്നസു എന്നുള്ളതാണ് അറബിയിലുള്ള ഒരു സങ്കല്പം. മുർസലീങ്ങള് റുസുല് എന്ന് പറയുന്നത് ജമ്മാണല്ലോ, ജമ്മിനെ നമുക്ക് മുഅന്നസായിട്ട് കാണാം. അതുകൊണ്ടാണ് ജാഅത്ത് നാക്കിയത്. ജാഅത്തുക്കും, നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. റുസുലി, എന്റെ മുർസലീങ്ങൾ എന്തുമായി വന്നിരുന്നു? ബിൽ ആയാത്തിൽ ബയ്യിനാത്ത്, ദൃഷ്ടാന്തങ്ങളുമായി വന്നിരുന്നു, വചനങ്ങളുമായി വന്നിരുന്നു. ആ വചനങ്ങളും ദൃഷ്ടാന്തങ്ങളും ബയ്യിനാത്ത്, സുവ്യക്തമായ, യാതൊരു ആശയക്കുഴപ്പവുമില്ലാത്ത, യാതൊരു അവ്യക്തതയുമില്ലാത്ത, പൂർണ്ണമായ തെളിവുള്ള തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങളുമായി നബിമാര് നിങ്ങളുടെ അടുക്കൽ വന്നിരുന്നു. വൽ ഹുജജിൽ വാളിഹാത്ത്, ഹുജജ് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണങ്ങൾ. ഹുജ്ജത്തുൻ ജംഉഹു ഹുജജുൻ. അൽ വാളിഹാത്ത്, വാളിഹായിട്ടുള്ള വളരെ വ്യക്തമായ പ്രകടമായ ഹുജ്ജത്തുകൾ. വൽ ബറാഹീൻ, തെളിവുകൾ. ബുർഹാനിന്റെ ബഹുവചനമാണ് ബറാഹീൻ. ബുർഹാൻ രേഖ, പ്രമാണം, തെളിവ്. ഹുജ്ജത്ത് എന്നതിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു പദമാണ്, പര്യായമാണ്. ഹുജ്ജത്തിന്റെ ഒരു പര്യായമാണ്, അടുത്ത് നിൽക്കുന്ന ഒരു പദമാണ്. ഹാത്തു ബുർഹാനക്കും ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള തെളിവ് കൊണ്ടുവരും. ആ തെളിവിനാണ്, എവിഡൻസിനാണ് പറയുന്നത്. ബുർഹാൻ ജംഉഹു ബറാഹീൻ. സ്വാത്തിആത്ത് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വെളിച്ചമൊക്കെ ഉണ്ടല്ലോ, വെളിച്ചത്തിന്റെ ലൈറ്റിന്റെ ഒരു ബീം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുവെങ്കിൽ അത് സ്വാത്തിയാത്താണ്. നൂറുൻ സ്വാത്തിയ എന്നാ പറയാം, ഒരു ലൈറ്റ് ബീം. അപ്പൊ ഒരു ലൈറ്റ് ബീം പോലെ, പ്രകാശത്തിന്റെ ഒരു ഗോപുരം പോലെ തെളിഞ്ഞു നിൽക്കുന്ന തെളിവുകൾ. ആ തെളിവുകളുമായി, വ്യക്തമായ ഹുജ്ജത്തുകളുമായി, ബയ്യിനത്തായ ആയാത്തുകളുമായി മുർസലീങ്ങൾ വന്നു. ഫഖാമത്ത് അലൈക്കും ഹുജ്ജത്തി, എന്റെ ന്യായപ്രമാണം, എന്റെ ന്യായമായ തെളിവ് നിങ്ങളുടെ മേൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഖാമത്തുൽ ഹുജ്ജത്തു അലൈഹി, ഒരാൾക്കെതിരിൽ ന്യായം സ്ഥാപിക്കപ്പെട്ടു. അതിനാ പറയാ ഖാമത്ത്, നിലനിന്നു എന്ന് പറഞ്ഞാൽ സ്ഥാപിതമായി, എസ്റ്റാബ്ലിഷ് ആയി. ഹുജ്ജത്തി, ഹുജ്ജത്തുല്ലാഹ്, അള്ളാഹ്ക്കുള്ള എല്ലാ ന്യായം, എല്ലാ പ്രമാണം, എല്ലാ രേഖയും തെളിവാണ് വെച്ച് നിങ്ങളെ പടക്കണ നേരത്ത്, പടച്ചതിന്റെ ശേഷം ഭൂമിയിലേക്ക് അയക്കണ നേരത്ത്, ഭൂമിയിൽ ജീവിക്കുമ്പോൾ കാലാകാലങ്ങളിൽ ഗ്രന്ഥമായിട്ട്, ഏടുകളായിട്ട്, നബിമാരായിട്ട്, ആയാത്തുകളായിട്ട്, ദൃഷ്ടാന്തങ്ങളായിട്ട്, വചനങ്ങളായിട്ട് എല്ലാ രൂപത്തിലും നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ഹുജ്ജത്ത് ഞാൻ മുറിച്ചു തന്നിട്ടുണ്ട്. ഖാമത്ത് അലൈക്കും ഹുജ്ജത്തി, എന്റെ തെളിവുകൾ നിങ്ങളുടെ മേൽ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. വൻഖതഅത് ഹുജ്ജത്തുക്കും, നിങ്ങൾക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ഹുജ്ജത്ത് പറയാനുണ്ടോ? ഇല്ല, അത് മുറിഞ്ഞുപോയി. ഇൻഖതഅ, മുറിഞ്ഞുപോയി, അറ്റുപോയി, ഇല്ല. ഹുജ്ജത്തുക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് അള്ളാഹിനോട്, അള്ളാഹുവേ ഞങ്ങൾ അന്യായത്തിനിരയായതാണ്, ഞങ്ങൾക്കിത് അറിയുമായിരുന്നില്ല, ഞങ്ങളിത് കേട്ടിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ അങ്ങനെ ആയതാണ്, ഇങ്ങനെ ആയതാണ്, എന്തെങ്കിലും ഒരു ഹുജ്ജത്ത് അള്ളാഹ്ക്കെതിരെ നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇൻഖതഅത് ഹുജ്ജത്തുക്കും, നിങ്ങളുടെ ഹുജ്ജത്തുകൾ മുറിഞ്ഞു പോയിരിക്കുന്നു, എന്റെ ഹുജ്ജത്തുകൾ നിങ്ങളുടെ മേൽ സ്ഥാപിതമാവുകയും ചെയ്തിരിക്കുന്നു. വഖദിംതും അലയ്യ ബിമാ അസ്ലംതും, വഖദിംതും, നിങ്ങൾ വന്നിരിക്കുന്നു. ഖദിമ യഖ്ദുമു, ഖദിമ യഖ്ദമു, വരിക. ഖദിംതും, നിങ്ങൾ വന്നിരിക്കുന്നു. ഖദ്ദമ അല്ല, ഇവിടെ ഖദിമയാണ് കേട്ടോ. ഖദ്ദമ എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക, മുൻകൂട്ടി ചെയ്യാന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇത് ഖദിമ എന്നാണ് അതിന്റെ അസുല്, അതിന്റെ സുലാത്തി മുജറദ്. ഖദിംതും, നിങ്ങൾ വന്നിരിക്കുന്നു. അലയ്യ, എന്റെ അടുക്കൽ. ബിമാ അസ്ലഫ്തും, നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളുമായിട്ട്. അസ്ലഫ എന്ന് പറഞ്ഞാൽ, സലഫ് പറഞ്ഞാൽ മുൻകൂട്ടി ചെയ്യുന്നതിനാണ് പറയാ. സലഫ് മുൻഗാമിയാണല്ലോ. അസ്ലഫ എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്തു വെച്ച. അസ്ലംത അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ, ജാഹിലിയ്യത്തിൽ നന്മകളൊക്കെ ചെയ്ത ആളുകൾ അവർ ഇസ്ലാം സ്വീകരിച്ചാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അസ്ലംതും അലാ മാ അസ്ലഫ്തും മിൻ ഖൈർ, നിങ്ങൾ മുൻകൂട്ടി പണ്ട് ജാഹിലിയ്യത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ അതൊന്നും പോയി പോകൂല, അതെല്ലാം റിട്ടേൺ ചെയ്ത് കിട്ടും. മുൻകൂട്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള ആ നന്മകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത്, ആ നന്മകളായിട്ട് ഇവിടെ വകയിരുത്തപ്പെടും എന്നർത്ഥം.
അപ്പൊ ബിമാ അസ്ലഫ്തും, നിങ്ങൾ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, ഖുർആനിൽ തന്നെ പ്രയോഗിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കാരണത്താൽ. അപ്പൊ ബിമാ അസ്ലഫ്തും, നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ള മിനൽ അഅ്മാൽ, കർമ്മങ്ങളുമായി നിങ്ങൾ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അല്ലത്തി വജബ ജസാഉഹ, അല്ലത്തി, ആ കർമ്മങ്ങൾ യാതൊരു തരം കർമ്മങ്ങളാണ്. വജബ, വുജൂബാണ്. ഇനി ജസാഉഹ, അതിന് റിവാർഡ് കൊടുക്കാന്നുള്ളത്. ഇൻ ഖൈറൻ ഫഖൈർ വഇൻ ശർറൻ ഫശർ, ചെയ്ത് നന്മയാണെങ്കിൽ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ ജസാഅൻ വിഫാഖ, അനുയോജ്യമായിട്ടുള്ള പ്രതിഫലം നിങ്ങളുടെ കർമ്മങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി നിങ്ങൾ ഇവിടെ എത്ര തർക്കിച്ചു നോക്കിയിട്ടും ലാ ഫായിദ, ലാ ഫായിദ, ഇതാണ് അതിന്റെ അർത്ഥം. വായിച്ചാൽ നമുക്ക് കിട്ടാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ലാ ഫായിദത്ത ഫി ഇഖ്തിസാമിക്കും എന്തി വാവ് അൽ ഹാലാണ് എന്ന് വെച്ചാൽ വൽ ഹാൽ അന്നി ഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ് ഐ ജാഅതുക്കും റുസുലി, എന്റെ മുർസലുകൾ വന്നത് ആയാത്ത് ബയ്യിനാത്ത് ഹുജ്ജജ് വാദിഹാത്ത് ബറാഹീൻ സ്വാത്തിആത്തുമായിട്ടാണ്. അതോടുകൂടി ഫഖാമത്ത് അലൈക്കും ഹുജ്ജത്തി, അള്ളാഹിന്റെ ഹുജ്ജത്ത് നിങ്ങളുടെ മേൽ പിന്നെ സ്ഥാപിതമായി. വഖത്തഅതു ഹുജ്ജത്തുക്കും, നിങ്ങളുടെ ന്യായം, നിങ്ങളുടെ തെളിവ് അറ്റും പോയി. വഖദിംതും അലയ്യ ബിമാ അസ്ലംതും മിനൽ അഅ്മാൽ ബിമാ അസ്ലഫ്തും മിനൽ അഅ്മാൽ, നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള മുൻകാലത്ത് ചെയ്ത ദുനിയാവിൽ വെച്ച് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുമായി നിങ്ങൾ എന്റെ അടുക്കൽ എത്തിപ്പെട്ടിരിക്കുന്നു. ഇനി വേറൊന്നുമില്ല, ഒരു തിരിച്ചു പോക്കില്ല, മറിച്ചൊന്നുമില്ല. മറിച്ച് ചെയ്ത പ്രവർത്തനം ചെയ്തത് തന്നെയാണ്. അല്ലത്തി വജബ ജസാഉഹ, അതിന് റിവാർഡ് കൊടുക്കൽ വുജൂബാണ്. അതാണ് ലാ തഖ്തസിമൂ ലദയ്യ വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.